ആസ്റ്റർ DM ഹെൽത്ത് കെയറിന്റെ മാനേജിംഗ് ഡയറക്ടറും ചെയർമാനും ആയിട്ടുള്ള ഡോക്ടർ ആസാദ് മൂപ്പൻ അദ്ദേഹത്തിന്റെ ഫാമിലി ട്രസ്റ്റിന്റെ കീഴിൽ നടത്തുന്ന ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് മൈൽസ് എന്ന് പറയുന്നത്. മൈൽസിന്റെ കീഴിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രൊജക്റ്റുകൾ നടക്കുന്നുണ്ട്, സോഷ്യൽ വർക്ക് പ്രോജക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എഡ്യൂക്കേഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ്, ആന്റർപ്രണർഷിപ്പ് പ്രോഗ്രാംസ്, എംപ്ലോയ്മെന്റ് ആൻഡ് എംപ്ലോയബിലിറ്റി പ്രോഗ്രാംസ്, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ കൺസർവേഷൻ പ്രോജക്ട്സ്, വിമൻ എംപവർമെന്റ് പ്രോജക്ട്സ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ ലൈവായിട്ട്. അപ്പോൾ നമ്മുടെ ഒരു ആന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് വേണ്ടി പ്രോഗ്രാം ചെയ്യുന്നത് രഞ്ജിത്ത് ആണ്. രഞ്ജിത്ത് ബ്രഹ്മ കൺസൾട്ടിങ്ങിന്റെ ഡയറക്ടറും സിഇഒയുമാണ്. അതുപോലെ തന്നെ ഒരുപാട് ബിസിനസ് ഫേമുകൾക്ക്, ഒരു 500ഓളം വരുന്ന ബിസിനസ് ഫേമുകൾക്ക് കൺസൾട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 2 ലക്ഷത്തോളം ആളുകൾക്ക് ട്രെയിൻ ചെയ്തിട്ടുള്ള ആളാണ് രഞ്ജിത്ത്. അതുപോലെ തന്നെ ഒരു പ്രൊഫഷണൽ ക്വിസറാണ്. പിന്നെ ധനം, എമർജിംഗ് കേരള പോലുള്ള മാഗസിനുകളിൽ സ്ഥിരമായിട്ട് ആർട്ടിക്കിൾസ് വരാറുണ്ട്. രഞ്ജിത്തിന്റെ ഒരു യൂട്യൂബിൽ നിങ്ങൾക്ക് ഒരുപാട് രഞ്ജിത്തിന്റെ ഈ ബിസിനസ് റിലേറ്റഡ് വീഡിയോസ് കാണാവുന്നതാണ്. സോ രഞ്ജിത്തിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ്. വെൽക്കം രഞ്ജിത്ത്. അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമിൽ ഓരോരുത്തരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇതിന്റെ ഒരു പ്രോഗ്രാമിന്റെ രീതി, ഫസ്റ്റ് രഞ്ജിത്ത് സംസാരിക്കും, അതിനുശേഷം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സമയമാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഡിസ്കഷനിലേക്ക് വരാം. ഇപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ മ്യൂട്ട് ആയിരിക്കും, സംസാരിക്കാൻ കഴിയില്ല. പിന്നീട് ആ സമയമാകുമ്പോൾ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചാറ്റ് ഓപ്ഷൻസ് വഴി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഈ പ്രോഗ്രാം ഇതേ സമയം നമ്മുടെ മൈൽസിന്റെ ഫേസ്ബുക്ക് പേജിൽ ലൈവും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. Okay, so we can begin. Ranjit, over to you. Thank you so much, Kamaruddin. ഞാൻ ഓഡിബിൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇന്ന് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സംസാരിക്കുന്നത്. കാരണം നമ്മുടെ എല്ലാവരുടെയും ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ കൺസേൺ മിക്കവാറും എങ്ങനെയാണ് ഇതിന് ഫണ്ട് കണ്ടെത്തുക, ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമല്ലേ മുന്നോട്ട് പോകുള്ളൂ എന്നുള്ളത് തന്നെയായിരിക്കും. എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം കോളുകൾ നമുക്ക് വരുന്നത് കഴിഞ്ഞ ഒരു 12 വർഷമായിട്ട് ഞാൻ കേരളത്തിലെ മാനേജ്മെന്റ് കൺസൾട്ടിങ് രംഗത്തുണ്ട്. മൊത്തം ഒരു 10-15-16 വർഷമായിട്ട് കൺസൾട്ടിങ് രംഗത്താണ്. ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ചോദ്യം ഇത് തന്നെയാണ്, എങ്ങനെയാണ് ഫണ്ട് കണ്ടെത്താൻ സാധിക്കുക, ഇതൊക്കെ പോസിബിൾ ആണോ, നടക്കുന്ന കാര്യമാണോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പം ഇന്നത്തെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ ചിലർക്ക് അറിയുന്നതായിരിക്കാം, എങ്കിൽ പോലും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ ഉദ്ദേശം. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു ബിസിനസ് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അതിന്റെ ഫണ്ട് കണ്ടെത്താൻ സാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള ഇന്നത്തെ ടോപ്പിക്. അതിനു മുമ്പ് ഞാൻ ഒരു സ്ലൈഡിൽ നിന്ന് തുടങ്ങാം. നിങ്ങൾ ഒരുപക്ഷെ ആ സ്ലൈഡ് കാണുന്നുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സ്ലൈഡ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ടല്ലോ അല്ലെ? യെസ്. ഈ സ്ലൈഡിനകത്ത് ഞാൻ കാണിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് സ്റ്റാർട്ടപ്പുകൾ, അതായത് നമ്മുടെ പുതിയ ബിസിനസ് ഐഡിയകൾ ഫെയിൽ ചെയ്യാനുള്ള കാരണം എന്നുള്ളതാണ്. ഇതൊരു വേൾഡ് വൈഡ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു സർവേയുടെ ഭാഗമായിട്ടാണ് ഈ കണ്ടെത്തൽ ഉണ്ടായിട്ടുള്ളത്. ടോപ്പ് 12 റീസൺസ് ഫോർ ദ സ്റ്റാർട്ടപ്സ് ടു ഫെയിൽ എന്നുള്ളതാണ്. ഇതില് ശരിക്കും ഏറ്റവും ആദ്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം 42% സ്റ്റാർട്ടപ്പുകൾ പരാജയപ്പെടുന്നത് മാർക്കറ്റിൽ വ്യക്തമായ നീഡ് അവരുടെ പ്രൊഡക്റ്റ് സർവീസിനും ഇല്ല എന്നുള്ളത് കൊണ്ടാണ് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാവും. അപ്പോൾ പലപ്പോഴും നമ്മൾ പുതിയ ഒരു ഐഡിയ കൊണ്ടുവരുമ്പോൾ രസകരമാണ്, നമ്മളൊരു ഐഡിയ കൊണ്ടുവരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഐഡിയ ഏറ്റവും നല്ല ഐഡിയ ആയിരിക്കും. കാരണം എല്ലാ ദിവസവും ഞങ്ങൾ ഒരുപാട് ഐഡിയാസുമായിട്ട് ഇങ്ങനെ കാണാറുണ്ട്. ശരിക്കും ബ്രഹ്മ ലേണിംഗ് സൊല്യൂഷൻസ് ഒരു കൺസൾട്ടിങ് കമ്പനി ആയതുകൊണ്ട് തന്നെ അവിടേക്ക് എല്ലാ ദിവസവും ഒരു മിനിമം ഒരു 5-6 കോളെങ്കിലും വരാറുണ്ട്. പുതിയ ഐഡിയ ആണ്, ഒന്ന് കേട്ടു നോക്കൂ, ഇത് വേറെ എവിടെയും ഉള്ളതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഐഡിയാസ് ആണ്. സത്യം പറയട്ടെ, ഈ ഐഡിയ കേൾക്കുമ്പോഴാണ് നമുക്ക് അതിനകത്തുള്ള ഇഷ്യൂസ് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള പല സ്ഥലങ്ങളിലും ഉള്ള ഐഡിയ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. 100 ഐഡിയ ഒക്കെ കേൾക്കുമ്പോൾ പലപ്പോഴും 1-2 ഐഡിയ ആണ് വളരെ യുണീക്ക് ആയിട്ട് കാണാറുള്ളത് എന്നുള്ളതാണ് സത്യം. അതിന് കാരണം നമ്മൾ ഓരോരുത്തരും ഐഡിയ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മാർക്കറ്റ് മയോപ്പിയ എന്ന് പറയുന്ന ഒരു രോഗം കടന്നുകൂടും. മയോപ്പിയ നമുക്കറിയാം, കണ്ണിനുണ്ടാവുന്ന ഒരു അസുഖമാണ് എന്ന് പറയുന്ന പോലെ മാർക്കറ്റ് മയോപ്പിയ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിനും നമ്മുടെ സേവനത്തിനും വലിയ മാർക്കറ്റ് ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്ന ഒരവസ്ഥയാണ് മാർക്കറ്റ് മയോപ്പിയ.
അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അസുഖം പിടികൂടുന്നത് കൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഐഡിയ സംഭവ ബഹുലമായിട്ടുള്ള ഒരു ഐഡിയ ആയിരിക്കും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പലപ്പോഴും മാർക്കറ്റില് അതിന്റെ ഒരു പെയിൻ അല്ലെങ്കിൽ അതിന്റെ ഒരു റിക്വയർമെന്റ് ഉണ്ടാവാറില്ല എന്നുള്ളതാണ് സത്യം. ഇങ്ങനെയാണ് 42% സ്റ്റാർട്ടപ്പുകൾ ഫെയിലിയർ ആവുന്നത്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ആദ്യത്തെ എനിക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന, നിങ്ങളുടെ ബിസിനസ് ഐഡിയ നല്ലതാണോ, മാർക്കറ്റിന് ആവശ്യമുള്ളതാണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. കാരണം അങ്ങനെ ഒരു ഉറപ്പില്ലെങ്കിൽ ഒരു സംശയവും വേണ്ട, ഫണ്ടിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറായിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ മാർക്കറ്റിന് ആവശ്യമുള്ള ഒരു ബിസിനസ് ഐഡിയ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യം, പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഒരു ബിസിനസ് ഐഡിയ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ഐഡിയ ഉണ്ടെങ്കിൽ, അത് മാർക്കറ്റിന് ആവശ്യമുള്ള ബിസിനസ് ഐഡിയ തന്നെയാണോ എന്നുള്ളത് വീണ്ടും വീണ്ടും പരിശോധിച്ച് ഉറപ്പുവരുത്തുക. പല ആളുകളും ഇപ്പോ സാധാരണഗതിയിൽ പറയാറുണ്ട്, എന്ത് ബിസിനസ്സാണ് ഇപ്പൊ ചെയ്യാൻ കഴിയുക? വീണ്ടും ചോദിക്കുന്ന കാര്യം. ഇപ്പൊ എന്റെ ഞാനൊരു യൂട്യൂബ് ചാനൽ റൺ ചെയ്യുന്നുണ്ട്, ബ്രഹ്മ ബിസിനസ് ഇൻസൈറ്റ്സ് എന്നാണ് അതിന്റെ പേര്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അപേക്ഷിക്കുന്നു. അപ്പോ ഇതിനകത്ത് രസകരമായിട്ടുള്ള കാര്യം എന്താ വെച്ചാല്, ഈ ഇപ്പൊ തുടങ്ങാൻ പറ്റുന്ന 3 ബിസിനസ്സുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്താൽ ഒരുപാട് ആളുകൾ കാണും. 1 ലക്ഷം രൂപയ്ക്ക് തുടങ്ങാൻ പറ്റുന്ന ബിസിനസ്സുകൾ എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ ഒരുപാട് കാണും. കാരണം ആളുകൾ വളരെ ക്യൂരിയസ് ആണ് എന്ത് ബിസിനസ് ആണ് തുടങ്ങാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ച്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, എന്ത് ബിസിനസ് ആണ് തുടങ്ങുക എന്നുള്ളതല്ല പ്രധാനം. എന്ത് ബിസിനസ് തുടങ്ങിയാലും അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനമായി മാറിയിരിക്കും. അതായത് എന്ത് എന്നുള്ളതിൽ നിന്ന് ബിസിനസ്സുകൾ എങ്ങനെ എന്നുള്ള രൂപത്തിലേക്ക് മാറിയിരിക്കും. കാരണം എന്താ, നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ടാക്സി കമ്പനി ആയിട്ടുള്ള ഊബറിന് ഒറ്റ ടാക്സി പോലും ഇല്ല എന്ന് നമുക്കറിയാം. ലോകത്തിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനികളിൽ എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി കമ്പനി ആയിട്ടുള്ള എയർബിഎൻബിക്ക് ഒറ്റ ഹോട്ടൽ റൂംസ് പോലും ഇല്ല. അപ്പം അവരുടെ രീതിയാണ് മാറിയിരിക്കുന്നത്, ചെയ്യുന്ന ബിസിനസ് അല്ല മാറിയിരിക്കുന്നത്. അവർ ഇപ്പോഴും വിൽക്കുന്നത് ഹോട്ടൽ റൂംസ് ആണ്, പക്ഷെ അവർ വിൽക്കുന്ന രീതി മാറിയിരിക്കുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് എന്തു തന്നെയാണെങ്കിലും ഫ്യൂച്ചറിലേക്ക് അത് എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി അതിനനുസരിച്ച് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ സ്കോപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ മാർക്കറ്റിന്റെ പെയിൻ കറക്റ്റായി മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ ബിസിനസ് ചെയ്യണമെന്ന് തീരുമാനിക്കുക. അതാണ് എന്റെ ഏറ്റവും ആദ്യത്തെ നിങ്ങളോടുള്ള റിക്വസ്റ്റ്. അതിനു വേണ്ടി റെഡി ആയതിനു ശേഷമാണ് നമുക്ക് പിന്നീട് ഒരു ഫണ്ടിങ് പ്രോസസ്സിലേക്കൊക്കെ പോകാനുള്ളത്. ഓക്കെ, രണ്ടാമത്തെ റീസൺ നോക്കിക്കോളൂ. നിങ്ങൾ ആ സ്ലൈഡിൽ നോക്കിയാൽ തന്നെ അറിയാം. രണ്ടാമത്തെ റീസൺ റാൻ ഔട്ട് ഓഫ് ക്യാഷ് എന്നാണ്. അതായത് 29% സ്റ്റാർട്ടപ്പുകൾ ഫെയിലിയർ ആവുന്നത് ക്യാഷ് പ്രോപ്പറായിട്ട് ഇല്ലാത്തത് കൊണ്ടാണ്. എങ്ങനെയാണ് ക്യാഷ് പ്രോപ്പറായിട്ട് ഇല്ലാതെ വരുന്നത്? അതിൽ ആദ്യത്തെ കാര്യം പറയട്ടെ. ആദ്യത്തെ കാര്യം പറയാം, പലപ്പോഴും എത്ര ക്യാഷ് വേണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ധാരണയില്ല എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നു, ആ ബിസിനസ് വിജയിക്കാനായിട്ട് ഏകദേശം എത്ര കാശ് ആവശ്യമായിട്ട് വരും, എത്ര ഇനീഷ്യൽ ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരും എന്നുള്ള ധാരണ പലപ്പോഴും നമുക്ക് ഉണ്ടാവാറില്ല. നമ്മൾ ഒരു ഊഹക്കണക്കിലാണ് പലപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ മുതൽ ആരംഭിക്കുകയാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ പല ബിസിനസ്സുകളും അതൊരു ബ്രേക്ക് ഈവൻ പോയിന്റിലേക്ക് എത്തുന്നത്. ബ്രേക്ക് ഈവൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മുതൽ മുടക്കൊക്കെ തിരിച്ചു കിട്ടി പ്രോഫിറ്റബിലിറ്റിയിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നത് ചിലപ്പോൾ 2 വർഷമോ 3 വർഷമോ, കുറച്ച് വലിയ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ബിസിനസ്സുകളൊക്കെ ചിലപ്പോൾ 4 5 വർഷമോ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ അതുവരെ റൺ ചെയ്യാനുള്ള ക്യാഷ് ഒരുപക്ഷെ നമുക്ക് ആവശ്യമായിട്ട് വരാം, ഇനീഷ്യൽ ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരാം, വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരാം. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അടുത്ത 2 വർഷത്തേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളത് 25 കോടിയാണ് എന്ന് വിചാരിക്കുക. 25 കോടി രൂപയാണ് എന്ന് വിചാരിക്കുക. ഈ 25 കോടി രൂപ നിങ്ങൾ ചെലവാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് പ്രോഫിറ്റിലേക്ക് അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പൈസ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് വരികയുള്ളൂ എന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. ഒന്നുകിൽ 25 കോടി രൂപ സോഴ്സ് ചെയ്തതിന് ശേഷം ഈ ബിസിനസ്, അല്ലെങ്കിൽ സോഴ്സ് ഉറപ്പുവരുത്തിയതിനു ശേഷം ഈ ബിസിനസ് ആരംഭിക്കാം. അല്ലെങ്കിൽ ഇതല്ല വേറെ ഏതെങ്കിലും ബിസിനസ് ചെയ്യുന്നതാണ് നല്ലത് എന്ന് തീരുമാനിക്കാം. പക്ഷെ പലപ്പോഴും എന്ത് ചെയ്യും, നമുക്ക് തന്നെ നമ്മൾ തന്നെ തീരുമാനിക്കും, അല്ല 25 ഒന്നും ഇനീഷ്യലി ആവശ്യമില്ല, നമുക്കൊരു 1 കോടി രൂപ ഉണ്ടെങ്കിൽ നമുക്കത് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ എപ്പോഴെങ്കിലും വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ പല ആളുകളും ആരംഭിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് പ്രശ്നത്തിലേക്ക് പോകുന്നു, റാൻ ഔട്ട് ഓഫ് ക്യാഷ് ആവുന്നു, ക്യാഷ് ഫ്ലോ ഉണ്ടാവാതിരിക്കുന്നു, ബിസിനസ് നിന്ന് പോകുന്നു.
പലർക്കും സംഭവിച്ചിട്ടുള്ളതായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു സംഭവം റോങ് ആയിട്ടുള്ള അസസ്മെന്റ് ആണ്. ചിലപ്പോൾ നമ്മൾ ധരിക്കും ഇത് ചെയ്യാനായിട്ട് ഇത്ര പൈസയെ ആവശ്യമുള്ളൂ എന്ന് ധരിക്കും. അങ്ങനെ നമ്മൾ ചെറിയ ഒരു ക്യാപിറ്റൽ വെച്ച് മാത്രം ആരംഭിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞോട്ടെ, എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഏതൊരു ഇൻഡസ്ട്രിക്കും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ FMCG ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുകയാണെന്ന് വിചാരിക്കുക. FMCG ഇൻഡസ്ട്രിയിൽ നിങ്ങൾ ഒരു പെർട്ടിക്കുലർ മാഗ്നിറ്റ്യൂഡിൽ നിങ്ങൾ ബിസിനസ് ചെയ്യണം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അതിന് ഒരു ക്രിട്ടിക്കൽ മിനിമം ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ്. ഒരു ക്രിട്ടിക്കൽ മിനിമം ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ്. ഓരോ ഇൻഡസ്ട്രിക്കും അത് വ്യത്യസ്തമായിരിക്കും. വേറെ ഗോൾഡ് റീറ്റെയിലിംഗ്, ഒരു ജ്വല്ലറി തുടങ്ങുകയാണെങ്കിൽ അത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ക്രിട്ടിക്കൽ മിനിമം ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെയാണ് നിങ്ങൾ ഇത് തുടങ്ങുന്നതെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, ക്രിട്ടിക്കൽ മിനിമം ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ തുടങ്ങിയാൽ ഒരു കാര്യം ഉറപ്പിക്കാം, അത് മുന്നോട്ട് പോകാൻ സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ക്രിട്ടിക്കൽ മിനിമം ഇൻവെസ്റ്റ്മെന്റ് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം നിങ്ങളുടെ ബിസിനസ് ഐഡിയയിലേക്ക് കടക്കുക. ഓക്കെ, ഞാൻ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ വെറുതെ ഒന്ന് വായിച്ചു പോവാം. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വിഷയത്തിന്റെ സ്കോപ്പിൽ നിന്ന് അകന്നു പോകും. എങ്കിൽ പോലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് മാത്രം ഞാൻ പെട്ടെന്ന് പറയാം. ഇതാ ഒരു റീസൺ, വളരെ പ്രധാനപ്പെട്ട റീസൺ, വി ഡോണ്ട് ഹാവ് ദ റൈറ്റ് ടീം എന്നുള്ളതാണ്. കറക്റ്റ് ആയിട്ടുള്ള ടീം നമുക്ക് പലപ്പോഴും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഫെയിലിയറിലേക്ക് പോകാറുണ്ട്. പലപ്പോഴും ഗെറ്റ് ഔട്ട് കോമ്പീറ്റഡ്, നമ്മളുടെ ആ കോമ്പീറ്റൻസി കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് മറ്റുള്ള ആളുകളുടെ ആ റേസിൽ നമ്മൾ തോറ്റു പോകാറുണ്ട്. ചിലപ്പോൾ നമ്മളുടെ പ്രൈസിങ് ആൻഡ് കോസ്റ്റ് ഇഷ്യൂസ് കാരണം നമ്മൾ തോറ്റു പോകാറുണ്ട്. രസകരമായ കാര്യം, ഞാൻ പലപ്പോഴും പല വീഡിയോകളും ഒക്കെ കണ്ടിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബിൽ തന്നെ ചില ആളുകൾ വരുന്നു, പറയുന്നു ഞാൻ വളരെ കോസ്റ്റ് കുറച്ചിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഞാനൊരു മൊബൈൽ ആപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പൊ നമ്മള് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സാധനമാണ്, പറയാതിരിക്കാൻ കഴിയില്ല, ഞാൻ അതുകൊണ്ട് പറയാണ്, നിങ്ങൾക്ക് ഉപകാരമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൊറോണ വരുന്നതിന് മുമ്പ് കേരളത്തിൽ 100-ലധികം ഇ ഗ്രോസറി സൈറ്റുകൾ ഉണ്ടായിരുന്നു. കൊറോണയ്ക്ക് ശേഷം അത് 1000-ലധികമായിട്ടുണ്ട്. ഇ ഗ്രോസറി സൈറ്റുകൾ, ഇ ഗ്രോസറി ആപ്പുകൾ, പ്രത്യേകിച്ചും പ്രവാസികൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആപ്പുകളൊക്കെ വരുന്നുണ്ട്, എനിക്കറിയാം. ഇതിനകത്ത് 5% ആപ്പുകൾ പോലും, 5% പോർട്ടലുകൾ പോലും പ്രോഫിറ്റബിൾ ആയിട്ട് റൺ ചെയ്യുന്ന ആപ്പുകൾ ഇല്ല. ഇതൊരു സത്യമാണ്. 5% പോലും ഇല്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? പലപ്പോഴും നമുക്ക് മാർക്കറ്റ് പിടിക്കുന്നതിന് വേണ്ടി, പെനട്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഏറ്റവും നല്ല ഓഫറുകൾ കൊടുക്കുന്നു, നമ്മുടെ കയ്യിൽ പ്രൈസ് കുറവാണ് എന്ന് പറയുന്നു. നമ്മൾ ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റ് നടത്താതെയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഇ ഗ്രോസറി സൈറ്റുകളിലേക്കൊക്കെ എടുത്തു ചാടുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? വളരെ തിൻ മാർജിനിലാണ് വർക്ക് ചെയ്യുന്നത്. ഗ്രോസറി നമുക്കറിയാം, ഗ്രോസറി ആവട്ടെ, മറ്റുള്ള ബ്രാൻഡഡ് ഐറ്റംസ് ആവട്ടെ, FMCG ഐറ്റംസ് ആവട്ടെ, വളരെ ചെറിയ തിൻ മാർജിനിൽ മാത്രം വർക്ക് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇത് വലിയ മാസിൽ, വലിയ വോളിയത്തിൽ ചെയ്താൽ മാത്രം സക്സസ്ഫുൾ ആവുന്ന രീതിയാണ് ഇതിനുള്ളത്. അതുകൊണ്ടാണ് ബിഗ് ബാസ്ക്കറ്റ് പോലെ ഇന്ത്യ മുഴുവനുള്ള ഒരു വലിയ ഇ കോമേഴ്സ് സൈറ്റ് ഇത്രയധികം ഫണ്ടിങ് ലഭിച്ചിട്ട് പോലും ഇപ്പോഴും പ്രോഫിറ്റബിൾ ആവാത്തത്. ഇത്രയും വലിയ വോളിയത്തിൽ ചെയ്യുന്ന ബിഗ് ബാസ്ക്കറ്റിന് അതിനുള്ള ഒരു സ്ട്രാറ്റജി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ, ഇപ്പോഴും ജിയോ മാർട്ട് സ്ട്രോങ് ആയിട്ട് നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് അവർ വർക്ക് ചെയ്യാത്തതിന് കാരണം എന്താ? ഇപ്പോഴും അവരുടെ ബിസിനസ് മോഡൽ പ്രോപ്പർ ആക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാ വാട്സാപ്പുമായിട്ട് ഇപ്പോഴും നിരന്തരമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയും വാട്സാപ്പിന്റെ പേയ്മെന്റ് മെത്തഡോളജി കുറച്ചുകൂടി സ്ട്രോങ് ആക്കാനൊക്കെ കാത്തിരിക്കുകയാണ് ജിയോ മാർട്ട്. അതിനുവേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കാതെ, നമ്മുടെ ചുറ്റും നടക്കുന്ന വലിയ മാറ്റങ്ങളെ കുറിച്ച് മനസ്സിലാക്കാതെ, നമ്മുടെ ഒരു പഞ്ചായത്തിലോ 2 പഞ്ചായത്തിലോ ഒക്കെ ഗ്രോസറി കൊടുത്തുകൊണ്ട് വലിയ പ്രോഫിറ്റബിലിറ്റിയിലേക്ക് പോകാൻ സാധിക്കുമെന്ന് പല ആളുകളും ധരിക്കുന്നുണ്ടെങ്കിൽ ഞാനത് പ്രൂവ് ചെയ്യാൻ തയ്യാറാണ്. അത് ഫിനാൻഷ്യലി വയബിൾ ആവില്ല എന്നുള്ളത് ഉറപ്പാണ്. അതിന് എന്തെങ്കിലും ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ പറ്റൂ എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇറങ്ങാൻ. ഞാൻ ഇതിനെ മുഴുവനായിട്ട് അടച്ചാക്ഷേപിക്കുകയല്ല. നല്ല സ്ട്രാറ്റജികളും നല്ല പ്ലാനുകളും ഉള്ള ആളുകൾ ഉണ്ടാകാം. പക്ഷെ അത് 5% താഴെ മാത്രമാണെന്നുള്ള സത്യം മനസ്സിലാക്കുക. അപ്പോ പ്രൈസിങ് ആൻഡ് കോസ്റ്റിംഗ് ഇഷ്യൂസ് പറഞ്ഞപ്പോഴാണ് ഞാനിത് പറഞ്ഞത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഇഷ്യൂ പ്രൈസിങ് ആൻഡ് കോസ്റ്റിംഗ് ഇഷ്യൂ ആണ്. കാരണം ഇതിന് കറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് വയബിൾ ആവില്ല. പിന്നെ പലപ്പോഴും തുടങ്ങുമ്പോൾ നമ്മൾ ചെറിയ ക്വാളിറ്റി ഒക്കെ കുറഞ്ഞ പ്രൊഡക്റ്റുകളൊക്കെ വെച്ച് തുടങ്ങാറുണ്ട്. അതൊക്കെ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കും. ഒരു കാരണവശാലും ഇനി ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റ് ഒക്കെ ആളുകൾ സ്വീകരിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും നമുക്ക് വേണ്ട. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള ബിസിനസ് മോഡൽ ഇല്ലാത്തത്.
ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ട് കാലത്ത് അങ്ങനെ ബിസിനസിന് മോഡലൊന്നും ആവശ്യമില്ലായിരുന്നു. ബിസിനസ് ചെയ്യുക, അതിൽ നിന്ന് ലാഭം എടുക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്നത്തെ കാലത്ത് ബിസിനസ് എങ്ങനെ ചെയ്യുന്നു, ഏതൊക്കെ ചാനൽസിലൂടെ ചെയ്യുന്നു, ആരെയൊക്കെ പാർട്ട്നേഴ്സ് ആക്കി ചെയ്യുന്നു എന്നുള്ളതൊക്കെ വളരെ പ്രധാനമാണ്. അപ്പോ ബിസിനസിനെ കുറിച്ച് വ്യക്തമായ ക്ലാരിറ്റി ഇല്ലാതെ മുന്നോട്ട് പോകാനാണ് പ്ലാനെങ്കിൽ യാതൊരു സംശയം വേണ്ട, ഇത് 3 വർഷത്തിനുള്ളിൽ തന്നെ അടച്ചുപൂട്ടേണ്ടി വരും. ഇത് ഞാൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നൊന്നുമല്ല, സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചാണ് ഞാൻ പറയുന്നത്. കേരളത്തിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. എനിവേ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, വളരെ പ്രിപ്പയർഡ് ആയിട്ട് തന്നെ വേണം ഇനി സ്റ്റാർട്ടപ്പുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അല്ലെങ്കിൽ ബിസിനസ്സുകൾ ചെയ്യാൻ. കാരണം പഴയ രീതിയിൽ നിന്ന് മാറിയിരിക്കുന്നു, വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മളെല്ലാം വന്നിരിക്കുന്നു. സത്യമാണ്. അപ്പൊ എങ്ങനെയാണ് ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഫണ്ടിങ് ലഭിക്കുക, അതിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമ്മളുടെ ഇപ്പോഴത്തെ ബിസിനസ് സിനാരിയോ അവസ്ഥ നമുക്ക് നോക്കാം. അടുത്ത സ്ലൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം. ഒന്ന് നോക്കിക്കോളൂ. 2016 ഒരു കണക്കാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. 2016 കുറച്ചു കാലം മുമ്പാണ്. കാരണം ഫ്ലിപ്കാർട്ടിന്റെ വാല്യുവേഷൻ വെറുതെ നോക്കിക്കോളൂ. $16 ബില്യൺ ആണ് ഫ്ലിപ്കാർട്ടിന്റെ വാല്യുവേഷൻ. ഫ്ലിപ്കാർട്ടിന്റെ വാല്യുവേഷൻ, അതായത് ഫ്ലിപ്കാർട്ട് അപ്പൊ വിൽക്കുവാണെങ്കിൽ $16 ബില്യൺ കിട്ടും ഫ്ലിപ്കാർട്ടിന്. 2007 ഒരു ബുക്ക് ഷോപ്പ് ആയിട്ട് തുടങ്ങിയ സംഭവമാണ്. 2007 റിസഷൻ ആയിരുന്നല്ലോ. 2007, 2008 കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ റിസഷനുകളിൽ ഒന്ന് കണ്ടതാണ് നമ്മളെല്ലാവരും. അന്ന് പല കമ്പനികളും യാഥാസ്ഥിതികമായിട്ടുണ്ടായിരുന്ന, ട്രഡീഷണൽ ആയിട്ടുണ്ടായിരുന്ന പല കമ്പനികളും കൂട്ടിപ്പോയപ്പോൾ ഇന്ന് ഫോർച്യൂൺ 500ന്റെ മുകളിൽ നിൽക്കുന്ന മിക്ക കമ്പനികളും അതിശക്തമായി വളർന്നു വന്നത് ആ റിസഷനിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ കൊറോണയാണ്, ചെറിയൊരു ഇക്കണോമിക് സ്ലോ ഡൗൺ ഉണ്ട് എന്നുള്ളത് കൊണ്ട് പേടിക്കാനില്ല. ഒരു സംശയം വേണ്ട, അടുത്ത 10 വർഷം കഴിയുമ്പോൾ ലോകത്തിലെ ഏറ്റവും മുൻനിരയിൽ ഉണ്ടാവുന്ന കമ്പനികളെല്ലാം ഇപ്പോ തുടങ്ങുന്ന കമ്പനികളായിരിക്കും. ഉറപ്പിച്ചു വെച്ചോളൂ, എഴുതി വെച്ചോളൂ. അടുത്ത 10 വർഷം കഴിയുന്ന സമയത്ത്, 10 വർഷമൊന്നും വേണ്ട, ഒരു 8 വർഷമൊക്കെ കഴിയുന്ന സമയത്ത് അന്ന് ലോകത്തിന്റെ ഏറ്റവും മുൻനിരയിൽ ഉണ്ടാവുന്ന കമ്പനികളെല്ലാം ഇപ്പോ ഈ സ്ലോ ഡൗണിൽ ആരംഭിക്കുന്ന കമ്പനികളാണ്. നമുക്കും അതിനകത്ത് പെടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഫ്ലിപ്കാർട്ട് 2016 ഇപ്പൊ 2008 8 വർഷം കൊണ്ടാണ് കേട്ടോ $16 ബില്യൺ ഫ്ലിപ്കാർട്ടിന്റെ വാല്യുവേഷൻ വന്നു. ഞാൻ വെറുതെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് 1-2 സാധനങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഓയിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കമ്പനിയാണ്, നവരത്ന കമ്പനിയാണ്. ഇന്ത്യ മുഴുവൻ അസറ്റുകൾ ഉണ്ട്, വലിയ വലിയ റിയൽ എസ്റ്റേറ്റ് പരിപാടികൾ, റിഫൈനറി എല്ലാം ഉണ്ട്. ഇതെല്ലാം കൂട്ടിച്ചേർത്തിട്ട് വെക്കുമ്പോൾ അവർക്കുള്ള വാല്യുവേഷൻ $14 ബില്യൺ ഉള്ളൂ. ടാറ്റ മോട്ടോഴ്സ് നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ ശക്തരായിട്ടുള്ള ടാറ്റയാണ്. ടാറ്റയുടെ ഓട്ടോമൊബൈൽ കമ്പനിയാണ്. അവരുടെ $13 ബില്യൺ അവർക്ക് വാല്യുവേഷൻ ഉള്ളൂ. അൾട്രാടെക് 11 ബില്യൺ ഉള്ളൂ. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര നമുക്കറിയാം, നമ്മൾ കാണുന്ന ശക്തമായ വാഹനങ്ങളൊക്കെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെയാണ്. അവർക്ക് ഒരുപാട് ഡിവിഷനുകളിലായിട്ട് മറ്റു പല വ്യവസായങ്ങളും ഉണ്ട്. എന്നിട്ടും $10 ബില്യൺ ആസ്തി മാത്രം, അല്ലെങ്കിൽ വാല്യുവേഷൻ മാത്രമേ അവർക്കുള്ളൂ. അതിനേക്കാളൊക്കെ മുകളിൽ ഇതാ നിൽക്കുന്നു ഫ്ലിപ്കാർട്ട്, $16 ബില്യൺ. ഇപ്പൊ ഇതിനേക്കാളൊക്കെ വളരെ ഉയർന്നു കഴിഞ്ഞു കേട്ടോ. 2016 അവസ്ഥയാണ്. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? വെറും ഒരു ബുക്ക് ഷോപ്പ് ആയി തുടങ്ങിയ ഫ്ലിപ്കാർട്ട് എങ്ങനെയാണ് $16 ബില്യൺ എന്ന് പറയുന്ന വാല്യുവേഷനിലേക്ക് എത്തിയത്? എങ്ങനെയാണ് സച്ചിൻ ബൻസാലും ഈ ബിന്നി ബൻസാലും ഒക്കെ ഇത്രയധികം പൈസക്കാരായത്? അതുപോലെ തന്നെ അപ്പുറത്ത് വേറെ ഓയോ റൂംസ് അന്ന് $400 മില്യൺ ആയിരുന്നു. ഗ്രോഫേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു ഇ ഗ്രോസറീസ് ആയിട്ട് $100 മില്യൺ. സൊമാറ്റോ, പേടിഎം, ഓല ക്യാബ്സ്, ഇൻമൊബി ഇങ്ങനെയുള്ള വലിയ കമ്പനികളൊക്കെ അതിശക്തമായിട്ട് 2 ബില്യൺ, 3 ബില്യൺ, 4 ബില്യൺ ഒക്കെ വാല്യുവേഷനുമായിട്ട് ശക്തമായി നിൽക്കുകയാണ്. പഴയ ട്രഡീഷണൽ ബിസിനസ്സുകൾക്കൊക്കെ ഇപ്പോഴും ഇതിന്റെ പകുതി വാല്യുവേഷൻ മാത്രമേ ഉള്ളൂ. എന്താണ് നമ്മുടെ മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊരു ഫണ്ടിങ് വേഴ്സസ് വാല്യുവേഷൻ ഗ്രാഫാണ്. ഞാൻ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട്. അതായത് വാല്യുവേഷൻ, എത്ര വാല്യുവേഷൻ കൂടുന്നുവോ അതിനനുസരിച്ച് ഫണ്ടിങ് കിട്ടാനുള്ള സാധ്യതകൾ കൂടുന്നു എന്നുള്ളതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഗ്രാഫാണ്. പിന്നെ ട്രെൻഡ് 2018ന്റെ അവസാനത്തോടു കൂടി ആ ട്രെൻഡ് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വാല്യുവേഷൻ ആൻഡ് ഫണ്ടിങ് ട്രെൻഡ് ഒരു അല്പം കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ വീണ്ടും ഇപ്പൊ അത് പതുക്കെ ഭൂമി ഇത് വരുന്നുണ്ട്. ഞാൻ ഫ്ലിപ്കാർട്ടിന്റെ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ കൂടി കാണിക്കാം, നിങ്ങൾക്ക് ഒരു ഐഡിയക്ക് വേണ്ടിയാണ്. എന്താണ് ഈ ഫ്ലിപ്കാർട്ടിൽ സംഭവിക്കുന്നത് നമുക്ക് അറിയണമല്ലോ. ഫ്ലിപ്കാർട്ടിന്റെ അവസ്ഥ നോക്കി ഇപ്പോഴത്തെ അവസ്ഥയാട്ടോ. മൈക്രോസോഫ്റ്റിന് അതിനകത്ത് ഒരു പങ്കുണ്ട്. ടൈഗർ ഗ്ലോബൽ എന്ന് പറയുന്ന വെഞ്ചർ ക്യാപിറ്റൽ ഫേമാണ്. അതുപോലെ ആക്സൽ പാർട്ട്നേഴ്സ്, ഇവർക്കൊക്കെ ചെറിയ പെർസെന്റേജ് അതിനകത്തുണ്ട്. QIA, അതുപോലെ തന്നെ മറ്റു കുറെ ആൾക്കാർക്ക് കൂടി 0.47%. 0.47% വാല്യൂ സൈഡിൽ എഴുതിയിരിക്കുന്നുണ്ടോ? $112 മില്യൺ ആണ്. അതുപോലെ ടെൻസെന്റിന് കുറച്ച് 5.1% ഉണ്ട്. ബിന്നി ബൻസാൽ, ഇത് ആരംഭിച്ചത് ബിന്നി ബൻസാലാണ്. ബിന്നി ബൻസാൽ ഇപ്പോ 3.25% സ്റ്റേക്ക് മാത്രമേ ഹോൾഡ് ചെയ്യുന്നുള്ളൂ.
പക്ഷെ അദ്ദേഹത്തിന്റെ വാല്യുവേഷൻ നോക്കി, അദ്ദേഹത്തിന്റെ ആ വാല്യൂ അദ്ദേഹത്തിന്റെ 732.3 മില്യൺ US$ ആണ്. വാൾമാർട്ടാണ് 82.1% ഹോൾഡ് ചെയ്യുന്നത്. അത് ഏകദേശം 18.9 മില്യൺ US$ അടുത്ത് അവർ ഹോൾഡ് ചെയ്യുന്നു. വാൾമാർട്ട് അറിയാലോ, ഒരു ഫ്ലിപ്കാർട്ടിനെ അക്വയർ ചെയ്ത കാര്യം പറയാം. അപ്പൊ ഇത് എന്തൊരു അവസ്ഥയാണ് നമ്മുടെ ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ കയ്യിൽ ഫണ്ട് ഇല്ല എന്ന് പറയുന്നു, മറ്റുള്ള കുറെ ആൾക്കാർ ഫണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. സച്ചിൻ ബൻസാൽ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിരുന്നു, ഈ ബിന്നി ബൻസാലിന്റെ ഒപ്പം. അദ്ദേഹത്തിന്റെ സ്റ്റേക്ക് വിട്ട് പോയി. $1 ബില്യൺ സ്റ്റേക്ക് അദ്ദേഹം ഫ്ലിപ്കാർട്ടിൽ നിന്ന് വിറ്റു. എന്നിട്ട് ആൾ എന്ത് ചെയ്തു? ആള് ചൈതന്യ എന്ന് പറയുന്ന മൈക്രോ ഫിനാൻസിൽ $100 ബില്യൺ ഇട്ടു. അതുപോലെ DHFL വാങ്ങാൻ വേണ്ടി ഏകദേശം $40 മില്യൺ അദ്ദേഹം കൊടുത്തു. ഓലക്കകത്ത്, ഓല ക്യാപ്സ് നമുക്കറിയാലോ, ഓല നമ്മുടെ കാറൊക്കെയുള്ള ഓല, അതിനകത്ത് ഒരു $100 ബില്യൺ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തു. ഈ സ്കൂട്ടർ കമ്പനി ആയിട്ടുള്ള ആദർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു $30 മില്യൺ പുള്ളി കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം പൈസ ചുറ്റും വാരി കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ അവിടെ നിന്ന് യൂണിക്കോണുകളാവുന്ന വലിയ വലിയ കമ്പനികൾ, അല്ലെങ്കിൽ ഇതുപോലെ റിച്ച് ആവുന്ന വലിയ ആളുകൾ തന്നെ മറ്റുള്ള കമ്പനികൾക്ക് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടും വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകളായിട്ടും ഒക്കെ വരുന്നുണ്ട്. ചുറ്റുപാടും പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കനേഡിയൻ പെൻഷൻ ഫണ്ടുകൾ, ഓസ്ട്രേലിയൻ പെൻഷൻ ഫണ്ട്, വലിയ രാജ്യങ്ങൾ, വികസിത രാജ്യങ്ങളുടെയൊക്കെ പെൻഷൻ ഫണ്ടുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൈസ നിക്ഷേപിക്കുന്നത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിലെ സ്മോൾ ഇൻഡസ്ട്രീസിലാണ്. ഇന്ത്യയിൽ ഒരുപാട് ഫണ്ട് അതുപോലെ വരുന്നുണ്ട്. കാനഡയിൽ നിന്ന് വരുന്നുണ്ട്, ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്നുണ്ട്, ഖത്തർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, സൗദി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സൗദി ഗവൺമെന്റിനൊക്കെ അവരുടേതായിട്ടുള്ള ഒരു ഫണ്ട് ഉണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി. സൗദി അടക്കം ഇപ്പൊ ലുലുവിൽ ഇൻവെസ്റ്റുകൾ എന്ന് പറയുന്ന പോലെ വലിയ കമ്പനികളിലൊക്കെ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു വെഞ്ചർ ക്യാപിറ്റൽ ലെവലിൽ നടക്കുന്ന പരിപാടികളാണ്. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു ധാരണ നമുക്ക് ഉണ്ടാവണം. ഇത് എന്തുകൊണ്ടാണ്, ഇത് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിലേക്കാണ് കേട്ടോ നമ്മൾ വരുന്നത്. ഈ കഥകൾ മാത്രമല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇത് എങ്ങനെ, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയാണ് ഞാൻ അതിലേക്കാണ് വരുന്നത്. നോക്കിക്കോ, ഇത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് യൂണിക്കോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ? $1 ബില്യൺ വാല്യുവേഷൻ ഉള്ള കമ്പനീസിനെയാണ് യൂണിക്കോൺസ് എന്ന് പറയുന്നത്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കുറച്ച് യൂണിക്കോൺസ് ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യയിൽ. ഇന്ത്യയുടെ അവിടെ നിന്ന് കണ്ടോ? ഇന്ത്യയിൽ സ്നാപ്ഡീൽ ഉണ്ട്, ഫ്ലിപ്കാർട്ട്, ഓല, പിന്നെ ഇൻമോബി, ഹൈക്ക്, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ നമുക്ക് ഇന്ത്യയിൽ നിന്നുള്ള യൂണിക്കോൺസ് ആയിട്ട് കാണാം. ഇപ്പൊ ഇന്ത്യയിൽ മാത്രം 40-ലധികം യൂണിക്കോൺസ് ആയി. ഇന്ത്യയിൽ മാത്രമായിട്ട് 40-ലധികം യൂണിക്കോൺസ്, $1 ബില്യൺ വാല്യുവേഷൻ ഉള്ള യൂണിക്കോൺസ് നമുക്ക് കാണാൻ പറ്റുന്നു. യൂണിക്കോൺ ലിസ്റ്റ് ഒരു ധാരണയ്ക്ക് വേണ്ടിയാണ്. ഇത് വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഡയഗ്രമാണ്. ഇക്കണോമിക് ടൈംസിൽ നിന്നുള്ള ഒരു ഡയഗ്രമാണ്. ഇൻഫോസിസ് നമുക്കറിയാം, ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യ ഉയർത്തി കാണിക്കുന്ന വലിയ ബ്രാൻഡുകളിൽ ഒന്നാണ് ഇൻഫോസിസ്. ഇൻഫോസിസ് ഒരു യൂണിക്കോൺ ആവാൻ എടുത്ത സമയമാണിത്. 18 വർഷം കൊണ്ടാണ് ഇൻഫോസിസ് ഒരു യൂണിക്കോൺ ആയത്. അതായത് $1 ബില്യൺ വാല്യുവേഷൻ ഉള്ള ഒരു കമ്പനി ആവാൻ ഇൻഫോസിസിന് 18 വർഷം എടുക്കും. അതേസമയം ഹൈക്ക് എന്ന് പറയുന്ന കമ്പനി, ഇന്ത്യൻ കമ്പനിയാണ്, ഹൈക്ക് എന്ന് പറയുന്ന കമ്പനി വെറും 3.7 വർഷം കൊണ്ടാണ് യൂണിക്കോൺ സ്റ്റാറ്റസിലേക്ക് ഉയർന്നു. ചുരുക്കി പറഞ്ഞാൽ സമയം വരുന്തോറും, അതായത് പുതിയ കമ്പനികൾ വരുന്തോറും അവര് എത്രയും പെട്ടെന്ന് വലിയ വാല്യുവേഷനിലേക്ക് എത്തുന്നു എന്ന് സാരം. അപ്പൊ പുതിയ ന്യൂ ജനറേഷൻ കമ്പനികൾക്ക് പെട്ടെന്ന് ഒരു വാല്യുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നല്ല വാല്യൂ ആളുകൾ കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ഈ വാല്യുവേഷൻ മെക്കാനിസം വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇത് ബൈജൂസ് ആണ്. ബൈജൂസ് നമുക്കറിയാം, ബാംഗ്ലൂരിലെ ബില്യണേഴ്സ്, ഇൻഫോസിസിന്റെ, ഫ്ലിപ്കാർട്ടിന്റെ ഒക്കെ ബില്യണേഴ്സ് ആണ്. ഇവരുടെ ആസ്തിയാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മളെ പോലെയൊക്കെ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളായിരുന്നു ഇവരൊക്കെ എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഇവരൊന്നും ഒരു ബോൺ വിത്ത് സിൽവർ സ്പൂൺ എന്ന് പറയാൻ പറ്റില്ല. സാധാരണ രീതിയിൽ തന്നെ വന്ന ആളുകളാണ്. ഓക്കെ, എന്താണ് വാട്ട്സ് ഹാപ്പനിങ് അറൗണ്ട്? അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ മനസ്സിലും ചോദ്യം ഉണ്ടാവും, ഇത് എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുക? ഇതൊക്കെ നമുക്ക് പറ്റുന്ന കാര്യമാണോ? ഇതൊക്കെ നിങ്ങൾ വെറുതെ നന്ദൻ നീൽക്കാനിയുടെയും നാരായണമൂർത്തിയുടെ ഒക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് നടക്കുന്ന കാര്യമാണ്. ഡെഫിനറ്റ്ലി നമുക്ക് നടക്കുന്നതാണ്. ബൈജു രവീന്ദ്രൻ നമ്മൾ കാണിച്ചു തന്നത് തന്നെയാണ്. നമ്മുടെ കേരളത്തിലുള്ള ഏകദേശം 10ഓളം ആളുകൾക്ക് ഇപ്പൊ ഫണ്ടിങ് ലഭിച്ചിരിക്കുന്നു കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ. നടക്കുന്ന കാര്യമാണെന്നുള്ളത് ആ യുവാക്കൾ നമ്മളുടെ അടുത്ത് തെളിയിച്ചിരിക്കുന്നു. എങ്ങനെ നടക്കും? ദിസ് ഈസ് കോൾഡ് ദ ക്യാപിറ്റൽ മെക്കാനിസം. ഇതിനെയാണ് ക്യാപിറ്റൽ മെക്കാനിസം എന്ന് പറയുന്നത്.
നമ്മൾ ഇത്ര കാലം നമ്മൾ കണ്ടിരുന്ന സാധനത്തിന് എന്താ പറയാ, മാർക്കറ്റ് മെക്കാനിസം എന്ന് പറയുന്നത്, മാർക്കറ്റ് ഡൈനാമിക്സ്. അതായത് നമ്മൾ സാധനങ്ങൾ കൊണ്ടുവന്ന് വെക്കുന്നു, നമ്മൾ ചെറിയൊരു പ്രോഫിറ്റ് ഇടുന്നു, സാധനം വിൽക്കുന്നു, ആ പ്രോഫിറ്റ് നമ്മൾ സ്വരുക്കൂട്ടി വെച്ച് നമ്മൾ ചെറിയ സ്വത്ത് സമ്പാദിക്കുന്നു, നമ്മൾ അവിടെ കുറച്ച് സ്ഥലം മേടിക്കുന്നു, ആ ബിസിനസ് കുറച്ചുകൂടി വിപുലീകരിക്കുന്നു. ഈ പോകുന്ന മെക്കാനിസത്തിന് എന്താ പറയുന്നത്, മാർക്കറ്റ് മെക്കാനിസം എന്ന് പറയുന്നത്. മാർക്കറ്റിന്റെ ഒരു രീതി അനുസരിച്ച് മാർക്കറ്റ് നമ്മളെ സഹായിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. നമ്മുടെ പ്രോഫിറ്റ് ഒക്കെ വെച്ച് നമ്മൾ കുഴപ്പമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും എന്ത് സംഭവിക്കും, വലിയ പുരോഗതി ഒന്നും ഉണ്ടാവില്ല. ബട്ട് ഈ കമ്പനീസ് ഒന്നും, നമുക്കറിയാം ഫ്ലിപ്കാർട്ട് ഇപ്പോഴും നഷ്ടത്തിലാണ് പോകുന്നത്, ബിഗ് ബാസ്കറ്റ് ഇപ്പോഴും നഷ്ടത്തിലാണ് പോകുന്നത്, ഫ്ലിപ്കാർട്ട് ഇപ്പോഴും നഷ്ടത്തിലാണ് പോകുന്നതെങ്കിലും ദേ കണ്ടില്ലേ, സച്ചിൻ ബൻസാല് $1 ബില്യൺ അദ്ദേഹത്തിന്റെ സ്റ്റേക്ക് വിട്ടിട്ട് അദ്ദേഹം പലവിധ കമ്പനികളിൽ ഇഷ്ടം പോലെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? ഈ സാധ്യമാകുന്ന ഈ മെക്കാനിസത്തെയാണ് ക്യാപിറ്റൽ മെക്കാനിസം എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് കാശ് ഉണ്ടാക്കുന്ന പരിപാടിയാണ് ക്യാപിറ്റൽ മെക്കാനിസം. മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പൈസ ഉണ്ടാക്കുന്ന മെക്കാനിസമാണ് മാർക്കറ്റ് മെക്കാനിസം എങ്കിൽ, ക്യാപിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പൈസ ഉണ്ടാക്കുന്ന മെക്കാനിസത്തെ ക്യാപിറ്റൽ മെക്കാനിസം എന്ന് പറയും. എക്സൈറ്റിംഗ് ആണ്, പല ആളുകൾക്കും അറിയില്ല. അതുകൊണ്ട് ആ ക്യാപിറ്റൽ മെക്കാനിസം എന്താണെന്നാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു കുറെ പേരുണ്ടായിരുന്നു തോന്നുന്നു ഇതിനകത്തുള്ള. അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു, പലപ്പോഴും നമ്മളൊരു വെഞ്ചർ ക്യാപിറ്റൽ ഫേമിന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത്, നമ്മളൊരു വെഞ്ചർ ക്യാപിറ്റൽ ഫേമിന്റെ അടുത്തേക്ക് പോവുക, അവരെ ഏറ്റവും ആദ്യം നമ്മളോട് ചോദിക്കുന്നത് എന്താണെന്നറിയോ? നമ്മൾ വിചാരിക്കും എവിടെ നിങ്ങളുടെ പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെന്റ് കാണിച്ചു തരൂ, നിങ്ങളുടെ ബിസിനസ് പ്ലാൻ എടുക്കൂ എന്നൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയല്ല എന്നുള്ളതാണ് രസകരമായ കാര്യം. അവർ ഏറ്റവും ആദ്യം നമ്മളോട് ചോദിക്കാൻ പോകുന്നത് നിങ്ങളുടെ വിഷൻ, മിഷൻ ഒക്കെ എവിടെയാണ് എന്നാ ചോദിക്കാൻ പോകുന്നത്. വിഷനും മിഷനും നമ്മളപ്പോ എന്ത് വിഷൻ? പലപ്പോഴും കേരളത്തിലെ ഓൺട്രപ്രണേഴ്സ് നമ്മളോട് ചോദിക്കാറുള്ളതാണ്, വിഷനും മിഷനിലൊക്കെ വലിയ കാര്യമുണ്ടോ? ഞാനിതാ 100 കോടി ബിസിനസ് ചെയ്തിട്ടുണ്ട്, ഒരു വിഷൻ ഉണ്ടായിരുന്നു. വിഷൻ എന്ന് പറയുന്നത്, ഞാൻ ഒന്നുകൂടി എടുത്തു പറയുന്നു, വിഷൻ വളരെ പ്രധാനമാണ്. നമ്മൾ എന്ത് പെയിനിനെയാണ് അഡ്രസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സമൂഹത്തിലുള്ള എന്ത് ഇഷ്യൂവിനെയാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്, സമൂഹത്തിനെ ഒരു 20 25 വർഷം കഴിയുന്ന സമയത്ത് നമ്മൾ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് വിഷൻ. ആ വിഷനിലേക്ക് നമ്മൾ എത്തിയേ പറ്റൂ. ആ വിഷനെ കുറിച്ച് നല്ല ക്ലാരിറ്റി ഉണ്ടായേ പറ്റൂ. വിഷന്റെ ക്ലാരിറ്റി ഇല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് ഫണ്ട് ചോദിച്ച് ചെല്ലുമ്പോഴേ, പ്രത്യേകിച്ചും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഫണ്ടറിന്റെ അടുത്ത് ഫണ്ട് ചോദിച്ച് ചെല്ലുന്ന സമയത്ത് അവര് ഒന്ന് നെറ്റി ചുളിക്കാൻ സാധ്യത. വിഷനെ കുറിച്ച് ഞാൻ ഒന്നുകൂടി ഒരു ചെറിയ, ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞാണെങ്കിൽ കൂടി ആ കഥ ഞാനൊന്ന് പറയാം, നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. 1920കളിലെ കഥയാണ്. ആംബുലൻസ് ഓടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയുടെ കഥ. 1920കളിൽ ആംബുലൻസ് ഓടിച്ച് നടന്നിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. 2-3 വർഷമൊക്കെ ആംബുലൻസ് ഓടിച്ച് നടന്നപ്പോഴേക്കും അദ്ദേഹത്തിന് വലിയ വിഷമം ഉണ്ടായി. കാരണം ആംബുലൻസ് ആണല്ലോ ഓടിക്കുന്നത്, പിന്നിലെല്ലാം കാണുന്ന വലിയ ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെയാണ്. അദ്ദേഹത്തിന് തോന്നി ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവർക്ക് ഒരു സന്തോഷം കൊടുക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നി. വളരെ ശക്തമായ ആഗ്രഹം, തീവ്രമായ ആഗ്രഹം. നമുക്ക് പല തോന്നലുകളും ഉണ്ടാവാറുണ്ട്. ഈ തോന്നലുകൾ എത്ര തീവ്രമാണെന്നുള്ളതാണ് പ്രശ്നം. ഇദ്ദേഹത്തിന് തോന്നൽ അതിതീവ്രമായിരുന്നു. എല്ലാവർക്കും സന്തോഷം കൊടുത്തേ പറ്റൂ, എന്ത് ചെയ്യും, ഞാനൊരു ഡ്രൈവർ മാത്രമാണ്, എന്റെ കയ്യിൽ 500 രൂപ പോലും എടുക്കാനില്ല എന്ന് പറയുന്ന അവസ്ഥയാണ്, പിന്നെ എങ്ങനെ സന്തോഷം കൊടുക്കുന്നത്? അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു, എനിക്ക് ആകെ കൂടി അറിയാവുന്നത് കാർട്ടൂണുകൾ വരയ്ക്കാൻ. ആംബുലൻസിന്റെ വാൾസിൽ മൊത്തം ഇയാൾ കാർട്ടൂണുകൾ വരച്ചു. ആദ്യമായിട്ട് ആംബുലൻസിൽ കയറിയ ആളുകളൊക്കെ ഒന്ന് നെറ്റി ചുളിച്ചു. അവർ ചോദിച്ചു, ഈ ആംബുലൻസിലാണോ കാർട്ടൂൺ വരച്ചിരുന്നത്? പക്ഷേ 2 മാസത്തോളം ഇത് തുടർന്നപ്പോൾ, 2 മാസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് കിട്ടി. അതിൽ ഉപരിയായിട്ട് 2 മാസം കഴിഞ്ഞപ്പോൾ ഹി ഗോട്ട് എ കോൾ ഫ്രം ദ ന്യൂയോർക്ക് ടൈംസ്. ന്യൂയോർക്ക് ടൈംസിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു കോൾ. അവര് ചോദിച്ചു, നിങ്ങൾക്ക് ഞങ്ങളുടെ പത്രത്തിൽ കാർട്ടൂൺ സ്ട്രിപ്പുകൾ ചെയ്യാമോ എന്ന് ചോദിച്ചു. കാർട്ടൂൺ വരച്ചു തരാമോ ഞങ്ങളുടെ പത്രത്തിന് വേണ്ടി? പുള്ളിയെ തകർന്നു പോയില്ലേ കേട്ടപ്പോ, എക്സൈറ്റഡ് ആയി. യെസ്, യുഎസിലെ ഏറ്റവും പ്രചാരമുള്ള പത്രമാണ്, എന്തുകൊണ്ട് വരച്ചുകൂടാ? അദ്ദേഹം വരച്ചു തുടങ്ങി. പൈസയ്ക്ക് വേണ്ടിയല്ല കേട്ടോ, കൂടുതൽ ആളുകളിലേക്ക് എത്തുകയാണ്, കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്തുകയാണ്. അദ്ദേഹം എക്സൈറ്റഡ് ആയി, അദ്ദേഹം വരച്ചു തുടങ്ങി. 5 വർഷത്തോളം അദ്ദേഹം അത് കണ്ടിന്യൂ ചെയ്തു. 5 വർഷം കഴിഞ്ഞപ്പോൾ ഹി ഗോട്ട് അനദർ കോൾ. അത് ലോകത്തിൽ ആദ്യത്തെ ആനിമേഷൻ ചിത്രം ഉണ്ടാക്കുന്ന ടീമിന്റെ കയ്യിൽ നിന്നായിരുന്നു. അവർ ചോദിച്ചു, നിങ്ങളുടെ കഥാപാത്രങ്ങളെ ഞങ്ങൾക്ക് തരാമോ ഒരു ആനിമേഷൻ ചിത്രം ഉണ്ടാക്കാൻ? എടുത്തോളൂ എന്ന് പറഞ്ഞു. ആ എടുത്തോളൂ എന്ന് പറഞ്ഞ ചരിത്രമായി. കാരണം എന്താ, നമ്മളും നമ്മളുടെ കുട്ടികളും ഒക്കെ ഇപ്പൊ കണ്ട് എൻജോയ് ചെയ്ത് ആർത്ത് ഉല്ലസിച്ച് ചിരിക്കുന്ന
മിക്കി മൗസും ഡൊണാൾഡ് ഡക്കും അങ്ങനെ ഉണ്ടായത്. ആൻഡ് ദാറ്റ് മാൻ വാസ് വാൾട്ട് ഡിസ്നി. വാൾട്ട് ഡിസ്നി ആയിരുന്നു അത്. അവിടെ വെച്ച് നിർത്തിയില്ല അദ്ദേഹം. അദ്ദേഹത്തിന് ഈ കാർട്ടൂണുകൾ പല രാജ്യങ്ങളിലേക്കും വിറ്റുപോയി. 10-40 രാജ്യങ്ങളിലെത്തി. അദ്ദേഹത്തിന് റോയൽറ്റി ഇനത്തിൽ അദ്ദേഹം ധനികനായി. 1935 ആയപ്പോഴേക്കും ധനികനായി. വേണമെങ്കിൽ അടച്ചു വെക്കായിരുന്നു പുള്ളി. വളരെ ധനികനായി. ഒരു 5 തലമുറയ്ക്ക് ജീവിക്കാനുള്ള സാധനമായി പുള്ളിയുടെ. എന്നാലും പുള്ളി നിർത്തിയില്ല. കാരണം എന്താ? പൈസയല്ല അദ്ദേഹത്തിന്റെ ഒബ്ജക്റ്റീവ്. അദ്ദേഹത്തിന്റെ ഒബ്ജക്റ്റീവ് എന്താ? ലോകത്തിൽ എല്ലാവരെയും ഹാപ്പി ആക്കുക. നോക്കുമ്പോ എല്ലാവരും പോയിട്ട് കുറച്ചു പേരെയും പോലും ഹാപ്പി ആയിട്ടില്ല. അപ്പൊ ഹി തോട്ട് ഓഫ് ക്രിയേറ്റിംഗ് ടോയ്സ്. ഹാപ്പി ആക്കാനായിട്ട് ടോയ്സ് ഉണ്ടാക്കാൻ ആരംഭിച്ചു. ഇന്ന് ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും ഏത് മോളിൽ ചെന്നാലും ഡിസ്നിയുടെ ടോയ്സ് ആണ് ഏറ്റവും അധികം പോയിക്കൊണ്ടിരിക്കുന്ന ടോയ്സ്. അതിനുശേഷം എങ്ങനെ ഫാമിലീസിനെ ഹാപ്പി ആക്കാമെന്ന് ആലോചിച്ചു. ഹി സ്റ്റാർട്ടഡ് വിത്ത് ഡിസ്നി ലാൻഡ്. ഇന്നും അതിന്റെ ടാഗ് ലൈൻ എന്താ? ദ ഹാപ്പിയസ്റ്റ് പ്ലേസ് ഓൺ ദ എർത്ത് എന്നാണ്. വിഷനാണ്. എല്ലാവരെയും ഹാപ്പി ആക്കണം. അപ്പൊ ഒരു ഡിസ്നി ലാൻഡിൽ പോയി കഴിഞ്ഞാൽ, ഹോങ്കോങ്ങിൽ പോയാൽ കാണാം കേട്ടോ ഡിസ്നി ലാൻഡ്. പോയിട്ടുള്ളവരുണ്ടാവും. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ കംപ്ലീറ്റ് അമ്യൂസ്മെന്റ് ആണ്. അമ്യൂസ്മെന്റ് പാർക്കുകളെല്ലാം ഈ ഡിസ്നി ലാൻഡിൽ നിന്നാണ് വരുന്നത്. അങ്ങനെ അതും കഴിഞ്ഞു. അദ്ദേഹം പിന്നെയും നോക്കി ഇനിയുണ്ട് ആളുകൾ ഹാപ്പി ആവാൻ. ഹി സ്റ്റാർട്ടഡ് വിത്ത് എ ഹോളിവുഡ് പ്രൊഡക്ഷൻ കമ്പനി. അങ്ങനെ ഡിസ്നി എന്റർടൈൻമെന്റ്സ് ആരംഭിച്ചു. ലോകത്തിലെ ഏറ്റവും ശക്തമായ സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചു. ആളുകളെ ഹാപ്പി ആക്കിക്കൊണ്ടിരുന്നു. ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ അമീർ ഖാന്റെ ദംഗൽ എന്ന് പറയുന്ന ചിത്രം ഇന്ത്യയിൽ ഇറങ്ങിയ ചിത്രമാണ്. ഹിന്ദി ചിത്രമാണ്. ഡിസ്നിയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. പിന്നീട് ജഗ്ഗ ജാസൂസ്, പിന്നെ 2-3 ചിത്രങ്ങൾ അവർ പ്രൊഡ്യൂസ് ചെയ്തു. മലയാളത്തിൽ ഒരു ചിത്രം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. മലയാളിയുടെ ഓരോ നിമിഷത്തെയും ഇത്രയും നാളെ നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള ഏഷ്യാനെറ്റ് 1 വർഷം മുമ്പ് ഡിസ്നി മേടിച്ചു. ഇറ്റ് ഈസ് കോൾഡ് ഡിസ്നി ഏഷ്യാനെറ്റ്. ഡിസ്നി ഹോട്ട്സ്റ്റാർ. സ്റ്റാറിനെ ഒക്കെ മേടിച്ചു ഡിസ്നി. ബൈജൂസ് നമ്മളുടെ ആദ്യത്തെ യൂണിക്കോൺ ആണ്. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ബൈജൂസ് അറിയപ്പെടുന്ന ഡിസ്നി ബൈജൂസ് എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കുറച്ചുപേര് ഈ മലയാളികളുടെ പോലും ജീവിതത്തിന്റെ ഓരോ നിമിഷത്തെയും സ്വാധീനിക്കുന്ന തരത്തിലേക്ക് 1920-ൽ ഡിസ്നി കണ്ട സ്വപ്നം എത്തിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഡ്രീം, ദാറ്റ് കൈൻഡ് ഓഫ് എ ഡ്രീം ഈസ് കോൾഡ് എ വിഷൻ. അത്രയും ശക്തമായിട്ടുള്ള ഒരു വിഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ ഇഫ് യു ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് എ വിഷൻ എന്ന് പറഞ്ഞ ഇന്റൻസിറ്റി ഉണ്ടായാൽ മതി കേട്ടോ. ഏതറ്റം വരെയും പോകാൻ വേണ്ടി തയ്യാറാവും. ഹാപ്പിനെസിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാവും. അല്ലെങ്കിൽ ആളുകളുടെ ലൈഫ് സ്റ്റൈൽ ഉയർത്തുന്നതിന് വേണ്ടി എന്തുമാവാം. ആളുകളുടെ ആരോഗ്യം ബെറ്റർ ആക്കുന്നതിന് വേണ്ടി. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് മേഖലയെ കുറിച്ച് ആലോചിച്ചോളൂ. അത് എന്ത് ഇഷ്യൂവിനാണ് അഡ്രസ് ചെയ്യുന്നത് ആലോചിച്ചോളൂ. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്തോളൂ. ഐ ബെറ്റ് യു വിൽ ഗെറ്റ് എ വണ്ടർഫുൾ വിഷൻ. നിങ്ങൾക്ക് നല്ലൊരു വിഷൻ സ്റ്റേറ്റ്മെന്റ് കിട്ടുമെന്ന് ഞാൻ ബെറ്റ് ചെയ്യും. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷൻ അത്രയും കൺവിൻസിങ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി വിഷനിൽ നിങ്ങൾ നിർത്തരുത്. നിങ്ങൾ വിഷനിൽ നിർത്താതെ നിങ്ങൾ അതിൽ പ്ലാനാക്കി മാറ്റും. വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള പ്ലാൻ. നമ്മൾ സാധാരണ അതിനെ പറയുന്നത് വിമോസ എന്നാണ്. വിഷൻ, മിഷൻ, ഒബ്ജക്റ്റീവ്, സ്ട്രാറ്റജീസ് ആൻഡ് ആക്ഷൻ പ്ലാൻ. പലപ്പോഴും ആരാണോ ഈ വിഷനെ ഹോൾഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, ലീഡ് ചെയ്യുന്ന വ്യക്തി, ആ ലീഡ് ചെയ്യുന്ന വ്യക്തിക്ക് ഒരുപാട് പ്രാധാന്യം. ആ ലീഡ് ചെയ്യുന്ന വ്യക്തിയെ ആശ്രയിച്ചായിരിക്കും പലപ്പോഴും ബിസിനസ്സുകൾ നന്നാവുന്നതും ചീത്തയാവുന്നതും മോശമാവുന്നതും ഒക്കെ. അപ്പൊ അതുകൊണ്ട് ബിസിനസ് ലീഡർഷിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം നമ്മൾ ബ്രഹ്മ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഞാൻ പെട്ടെന്ന് പരിചയപ്പെടുത്താം. അതിന് അൾട്രാപ്രണർ എന്നാണ് പറയുന്നത്. നമ്മളൊരു 5 വീക്ക് ഓൺലൈൻ പ്രോഗ്രാം ആണ്. അത് നമ്മൾ ഫ്ലൈ ഹൈ എന്ന പേരിൽ ഫിസിക്കലായിട്ട് ചെയ്തിരുന്നു. അത് വലിയ വിജയത്തിലേക്ക് പോയി. ഒരുപാട് ബാച്ചുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ടെസ്റ്റിമോണിയൽസ് നമുക്ക് കിട്ടി. പുറമേ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ പങ്കെടുത്തിരുന്നു. ഇത് നമ്മൾ ഓൺലൈൻ ആയിട്ട് ചെയ്യുന്നു. 5 വീക്ക് ഓൺലൈൻ ആയിട്ടാണ് ചെയ്യുന്നത്. ഒപ്പം ഫോളോ അപ്സും ഉണ്ടാവും. അതിനകത്ത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താലും മതി. ഞാൻ എൻ്റെ നമ്പർ അവസാനം കാണിക്കും. ഇതൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രോഗ്രാം ആയിരിക്കും. ഞാൻ തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. നമ്മുടെ ഭാഗത്ത് നിന്ന് ശക്തമായ ഫോളോ അപ്പ് ഉണ്ടാവും. ഇതിൽ അൾട്ടിമേറ്റ്ലി ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളൊരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ഓൺട്രപ്രണറാക്കി മാറ്റുക. അതവിടെ നിൽക്കട്ടെ. തീർച്ചയായിട്ടും നമ്മുടെ ഓരോ നിമിഷവും നമ്മുടെ ഓൺട്രപ്രണർ ഇതിന് ഫീ എന്ന് പറയുന്നത് ശരിക്കും 25,000 ആണ് ഫീ. ഇത് നമുക്ക് ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഞാനൊരു 20,000-ന് നമുക്കത് ചെയ്യാൻ സാധിക്കും. ഇതിൽ 5 ക്ലാസ്സുകൾ എന്നുള്ളത് മാത്രമല്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ സപ്പോർട്ട്. അതായത് ഓരോ ആഴ്ചയിലും 2-3 അസൈൻമെന്റുകൾ ഉണ്ടാവും. ആ അസൈൻമെന്റുകൾ നിങ്ങൾ ചെയ്യുമോ എന്നുള്ളത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഫോളോ അപ്പ് ഉണ്ട്.
ഈ ഫോളോ അപ്പ് ഇല്ലാത്ത ഒരു ഓപ്ഷനും ഉണ്ട്. പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ, അതിനുവേണ്ടി സമയം കളയുന്നില്ല, പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ തീർച്ചയായിട്ടും ആ ഒരു ഓപ്ഷനും കൂടി പറഞ്ഞുതരാം. ഒരു ലെസർ ഫീൽ നമുക്ക് അത് ചെയ്യാൻ സാധിക്കും. ഇത് ഡെഫിനറ്റ്ലി റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. വെറുതെ കുറെ തിയറി സംസാരിക്കുന്നതിനേക്കാൾ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിരിക്കും അൾട്രാപ്രനർ. ഓക്കെ, നമുക്കൊരു വിഷൻ ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചു. വിമോസ ഫ്രെയിംവർക്കിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. വിമോസ എന്ന് ഉദ്ദേശിക്കുന്നത് വിഷൻ, മിഷൻ. വിഷൻ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ലോകത്തെ എല്ലാവരെയും ഹാപ്പി ആക്കുക എന്നുള്ളത് നമ്മുടെ വിഷനാണ്. അപ്പോ ബ്രഹ്മ ലേണിംഗ് സൊല്യൂഷൻസിന്റെ വിഷനായിട്ട് നമ്മൾ പറയാറുള്ളത് ലോകത്തിലെ ആളുകളിലെ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളിലും ഓർഗനൈസേഷൻസിലും പോസിറ്റീവ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാക്കുക, പോസിറ്റീവ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസ്, മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ വിഷൻ. നമ്മുടെ ഒരു സ്വപ്നമാണ്, ആഗ്രഹമാണ്, അത് വിഷനാണ്. അടുത്ത എം ആണ്, മിഷനാണ്. അതിനുവേണ്ടി, ഈ സ്വപ്നത്തിന് വേണ്ടി, ഈ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അടുത്ത 2 വർഷത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് മിഷൻ. അപ്പോ അടുത്ത 2 വർഷത്തിൽ നമ്മൾ ചെയ്യുന്നത് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയണം, അല്ലെ? സ്പെസിഫിക് ആയിട്ട് എങ്ങനെ പറയാം? സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ ഞങ്ങൾ പറയുന്നു, കൺസൾട്ടിങ്, ഓർഗനൈസേഷനുകൾക്ക് കൺസൾട്ടിങ് കൊടുത്തുകൊണ്ട്, ഓൺട്രപ്രണേഴ്സിന് മെന്ററിങ് കൊടുത്തുകൊണ്ട്, ട്രെയിനിങ്സ് കൊടുത്തുകൊണ്ട് ഞങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ അവരിൽ ഉണ്ടാക്കും. അപ്പൊ കുറച്ചുകൂടി ക്ലാരിറ്റി, എന്ത് സർവീസ് കൊടുത്തുകൊണ്ടാണ് മാറ്റം ഉണ്ടാക്കുന്നത് എന്നുള്ള ക്ലാരിറ്റി, അവിടെയാണ് മിഷൻ വ്യത്യസ്തമാവും. മിഷനിൽ നിന്ന് താഴെ വരുമ്പോൾ ഒബ്ജക്റ്റീവായി. ഒബ്ജക്റ്റീവ് കുറച്ചുകൂടെ സ്പെസിഫിക് ആണ്. എങ്ങനെയാ ഒബ്ജക്റ്റീവ് സ്പെസിഫിക് ആവുന്നത്? ഒബ്ജക്റ്റീവിൽ നമ്മൾ പറയുന്നു, അടുത്ത 1 വർഷം എത്ര കൺസൾട്ടിങ്, എത്ര ട്രെയിനിങ്, എത്ര മെന്ററിങ്, നമ്പേഴ്സിൽ പറയാം. അപ്പൊ ടാർഗറ്റ്സ് അടക്കം അവിടെ ഡിഫൈൻഡ് ആവും. അപ്പൊ ഞങ്ങൾ പറയുന്നു 5000 ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നു, 100 ഓർഗനൈസേഷനുകളെ റീ എഞ്ചിനീയർ ചെയ്യുന്നു, മാറ്റങ്ങൾ വരുത്തുന്നു എന്നൊരു ടാർഗറ്റ് വെച്ചു. അപ്പൊ വളരെ സ്പെസിഫിക് ആയി. അടുത്ത 1 വർഷം കൊണ്ട് 5000 ആളുകൾ, 100 കമ്പനികൾ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ അടുത്ത എന്താ? എസ് ആണ്. ഒബ്ജക്റ്റീവ് കഴിഞ്ഞാൽ ബി മോശയില് ഓ കഴിഞ്ഞാൽ എസ് ആണ്. എസ് ഇസ് ഫോർ സ്ട്രാറ്റജി. അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജിയിലൂടെ നിങ്ങൾക്ക് എങ്ങനെ എത്താൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് ഈ 1000 ആളുകളിലേക്ക്, 5000 ആളുകളിലേക്ക്, 100 കമ്പനികളിലേക്ക് എന്തൊക്കെ സ്ട്രാറ്റജികൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എത്താം. മാർക്കറ്റിംഗ് ആയിരിക്കാം, മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളായിരിക്കാം, ഓപ്പറേഷണൽ സ്ട്രാറ്റജികളായിരിക്കാം, എന്തൊക്കെ അത് വളരെ വെൽ ഡിഫൈൻ ചെയ്യും. ഈ സ്ട്രാറ്റജിയുടെ ഭാഗത്താണ് എന്ത് വരുന്നത്? നമ്മുടെ ബിസിനസിന്റെ പ്ലാൻ വരുന്നത്, നമ്മുടെ ഓപ്പറേഷണൽ പ്ലാൻ വരുന്നത്. എന്ത് സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട്, എന്ത് സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബിസിനസ് ചെയ്യണം എന്നുള്ള വ്യക്തത കൈവരുന്നത്. അപ്പൊ അടുത്ത 1 വർഷത്തേക്കെങ്കിലും ഏറ്റവും മിനിമം നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു എന്താവശ്യമാണ്? ബിസിനസ് പ്ലാൻ ആവശ്യമാണ്. അപ്പോ ചെറിയ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന ആളുകൾ വിചാരിക്കും പ്ലാനിന്റെ ഒക്കെ ആവശ്യമുണ്ട്. നമുക്ക് പ്ലാൻ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ ജീവിതത്തിൽ പ്ലാൻ ഇല്ലെങ്കിൽ നാളെ കാലത്ത് എണീറ്റിട്ട് എന്ത് ചെയ്യണമെന്ന് പ്ലാൻ ഇല്ല എന്ന് വിചാരിച്ചു, പ്രത്യേകിച്ച് യാതൊരു പ്ലാനും ഇല്ല എന്ന് വിചാരിക്കുക. നാളെ കാലത്ത് എണീറ്റാൽ മിക്കവാറും ആ ദിവസം വെറുതെ അങ്ങ് പോകും. കാരണം കിടന്ന് കുറച്ചു നേരം വെറുതെ ആലോചിച്ച് അവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് ചായ കുടിച്ച് ഫുഡ് കഴിച്ച് ആ ദിവസം അങ്ങ് വെറുതെ പോകും എന്ന് പറയുന്ന പോലെ തന്നെയാണ് പലപ്പോഴും നമ്മളുടെ ബിസിനസ്സിൽ പ്ലാൻ ഇല്ലെങ്കിൽ സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് യാതൊരു എഫക്റ്റീവ്നെസ്സും ഇല്ലാതെ കാര്യങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടാവും, പക്ഷെ മുന്നോട്ട് പോകുന്നുണ്ടാവും. നമ്മളൊരു പ്ലാൻ ഇല്ലാതെ വീട് വെക്കാൻ ആരംഭിച്ചാൽ എന്ത് സംഭവിക്കും? വീട് ചിലപ്പോൾ ഉണ്ടാവും, കുറെ ഇഷ്ടികകൾ ഉണ്ടാവും, എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. പലപ്പോഴും നമ്മള് ഒരു വീട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളൊരു പ്ലാൻ വളരെ ഭംഗിയായിട്ട് നമ്മൾ ഉണ്ടാക്കും. വീടിന്റെ കാര്യം പോട്ടെ, നമ്മളൊരു ചെറിയ കൊച്ചു കുളിമുറി ഉണ്ടാക്കണമെങ്കിൽ പോലും നമുക്ക് പഞ്ചായത്തിൽ നിന്ന് പ്ലാൻ ആവശ്യമുണ്ട്. കാരണം എന്താ? അവർക്കൊരു ക്ലാരിറ്റി വേണം നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച്. അപ്പോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനകത്തേക്ക് ആരെങ്കിലും കുറച്ച് ഫണ്ട് തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്കൊരു ക്ലാരിറ്റി വേണ്ടേ, അവർക്കൊരു കോൺഫിഡൻസ് വേണ്ടേ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച്. അപ്പൊ തീർച്ചയായിട്ടും എന്ത് വേണം? വ്യക്തമായിട്ടുള്ള പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കിയേ പറ്റൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോ ആ പ്ലാനിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ബിസിനസ് മോഡൽ ക്യാൻവാസ് ആണ്. നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു, നിങ്ങൾ കാണുന്ന ഈ സ്ക്രീൻ ഉണ്ടല്ലോ, ഈ സ്ക്രീനിനകത്ത് കാണിച്ചിരിക്കുന്ന ഒരു സാമ്പിൾ ബിസിനസ് മോഡൽ ക്യാൻവാസ് ആണ്. അതായത് നമ്മുടെ ലിങ്ക്ഡിൻ, നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽ നെറ്റ്വർക്ക് ആയിട്ടുള്ള ലിങ്ക്ഡിന്റെ ഒരു സാമ്പിൾ ആണ് നിങ്ങൾ കാണുന്നത്. അതിനകത്ത് ഏറ്റവും നടുവിൽ നിങ്ങൾ കാണുന്നത് വാല്യൂ പ്രപ്പോസിഷൻ ആണ്. എന്താ വാല്യൂ പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് കസ്റ്റമറിന് എന്ത് മൂല്യമാണ് നൽകുന്നത്,
എന്നുള്ളതാണ് വാല്യൂ പ്രപ്പോസിഷൻ. എന്തെങ്കിലും ഒരു മൂല്യം നമ്മൾ കൊടുക്കണം കസ്റ്റമർ, അല്ലെ? എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കാതെ തീർച്ചയായിട്ടും കസ്റ്റമർ നമ്മളുടെ ബിസിനസ്സുമായിട്ട് അടുത്ത് നിൽക്കില്ല. ഒരുപക്ഷെ നമ്മളുടെ കടയിൽ നിന്ന് തന്നെ സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒരു കസ്റ്റമർ മേടിക്കുന്നുണ്ടെന്ന് വിചാരിച്ചു, നമ്മൾ ചെറിയ ഷോപ്പാണെന്ന് വിചാരിച്ചോളൂ. ആ ഷോപ്പിൽ നിന്ന് സ്ഥിരമായിട്ട് ഒരു കസ്റ്റമർ മേടിക്കുന്നുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു മൂല്യം കിട്ടുന്നുണ്ട്. എന്തൊക്കെയായിരിക്കാം ആ മൂല്യം? ചിലപ്പോൾ നമ്മൾ വില കുറച്ചു കൊടുക്കുന്നുണ്ടാവും, ചിലപ്പോൾ വില കുറച്ചു കൊടുക്കുന്നുണ്ടാവില്ല, അവന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഷോപ്പായിരിക്കും, അത് അവന്റെ ഒരു മൂല്യമാണ്. ചിലപ്പോൾ ഇത് രണ്ടും ആയിരിക്കില്ല, നമ്മൾ വളരെ നല്ല പെരുമാറ്റമായിരിക്കും, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ കടയിൽ കിട്ടുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി സാധനമായിരിക്കും. അപ്പൊ ഇതുപോലെ എന്തോ ഒരു മൂല്യം അവന് ലഭിക്കുന്നുണ്ട്. ആ മൂല്യം എന്താണെന്നുള്ളത് നമുക്ക് കൂടി ഉറപ്പുണ്ടാവണം. അങ്ങനെയാണെങ്കിലേ കാര്യം നടക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഉറപ്പിക്കുക, നമ്മള് ഒരു മൂല്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പിക്കുക. എല്ലാ തരത്തിലും നമ്മൾ ഒരു മൂല്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പിക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ വാല്യൂ പ്രപ്പോസിഷൻ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആണ്. ഡീറ്റെയിൽഡ് ആയിട്ട് പോകുമ്പോൾ അത്രയ്ക്കും ഡീറ്റെയിൽഡ് ആയിട്ട് പോകാനൊരു സമയമില്ലാന്ന് തോന്നുന്നു. കാരണം ഒരു ദിവസം എടുത്ത് ചെയ്യേണ്ട ഒരു സാധനമാണ് ഈ ബിസിനസ് മോഡൽ ക്യാൻവാസ്. അപ്പൊ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മൾ എന്തൊക്കെ കീ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്, അതുപോലെ നമ്മുടെ കൂടെ എന്തൊക്കെ കീ റിസോഴ്സസ് ഉണ്ട്, അതുപോലെ നമ്മളുടെ കൂടെ ഈ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് കീ പാർട്ട്നേഴ്സ് ആയിട്ട് ആരൊക്കെ ഉണ്ട്. ചിലപ്പോൾ നമുക്കൊരു ടെക്നോളജി പാർട്ട്ണർ ഉണ്ടാവും, ഒരു മാർക്കറ്റിംഗ് പാർട്ട്ണർ ഉണ്ടാവും, ലോജിസ്റ്റിക് പാർട്ട്ണർ ഉണ്ടാവും, വേറെ വേറെ കമ്പനികളായിരിക്കും. അപ്പൊ നമ്മുടെ പാർട്ട്നേഴ്സ് ആണ് അവരൊക്കെ. അപ്പൊ ഈ വാല്യൂ പ്രപ്പോസിഷനിലേക്ക് നമ്മളെ എത്താൻ സഹായിക്കുന്ന കീ റിസോഴ്സസ്, കീ പാർട്ട്നേഴ്സ്, കീ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? അതുപോലെ നമ്മൾ കസ്റ്റമർ ആയിട്ട് എന്തൊക്കെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, കസ്റ്റമറിലേക്ക് എത്താനായിട്ട് നമ്മൾ എന്തൊക്കെ ചാനൽസ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ ഏതൊക്കെ കസ്റ്റമർ സെഗ്മെന്റിനെയാണ് കറക്റ്റ് ആയിട്ട് നമ്മൾ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ താഴെ നമ്മൾ കൊടുക്കുന്നത് എന്താ, നമുക്ക് എങ്ങനെയൊക്കെ കോസ്റ്റ് ഇൻകർ ചെയ്യാൻ സാധ്യതയുണ്ട്, അപ്പുറത്ത് നമുക്ക് ഏതെല്ലാം തരത്തിൽ റവന്യൂ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഇത്രയും കാര്യമായി കഴിഞ്ഞാൽ എന്തായി, നമ്മളുടെ ബിസിനസിനെ കുറിച്ച് അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റി ആയി. ദിസ് ഈസ് കോൾഡ് ബിസിനസ് മോഡൽ ക്യാൻവാസ്. ഇങ്ങനൊരു സാധനം ഉണ്ടാക്കണം. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മുടെ ബിസിനസിനെ കുറിച്ച് നല്ല ഒരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടാവും. അപ്പൊ ഞാൻ ഇനി വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പുതിയ ബിസിനസ് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇനി ഉള്ള കാലത്തേക്ക് ഫണ്ടിങ് ഒക്കെ ആഗ്രഹമുണ്ട്, നമുക്ക് മനസ്സിൽ ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ പെട്ടെന്ന് പറയുന്നത്. 4 പ്രധാന പോയിന്റുകളാണ്. 1 is റെപ്ലിക്കബിലിറ്റി. നിങ്ങളുടെ ബിസിനസ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കണം. അതായത് നമുക്ക് പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ബിസിനസ് ആയിരിക്കണം. ടെക്നോളജിയുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ആയിരിക്കും. അതായത് ഇനിയുള്ള കാലത്ത് ടെക്നോളജി ആണ് എല്ലാം ഉണ്ടാവാൻ പോകുന്നത്, അല്ലെ? നിങ്ങൾ ഒരുപക്ഷെ ആമസോൺ ഗോ എന്ന് പറയുന്ന ഷോപ്പിന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അമേരിക്കയിലൊക്കെ ആമസോൺ ഗോ എന്ന് പറയുന്ന റീറ്റെയിൽ ഷോപ്പുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ആമസോൺ ഗോന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ആമസോൺ ഗോയില് ഒറ്റ ആളുകൾ പോലും സെയിൽസ്മാൻ ആയിട്ട് ആ ഷോപ്പിനകത്ത് ഉണ്ടാവില്ല. അതായത് ഷോപ്പ് ചുമ്മാ വെച്ചിരിക്കുകയാണ്, ആരും ഇല്ല അതിനകത്ത്. നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഒരു മൊബൈൽ ആപ്പിൽ നമ്മളുടെ ഐഡന്റിറ്റിയും കാര്യങ്ങളൊക്കെയുള്ള മൊബൈൽ ആപ്പിൽ ലോഗിൻ ചെയ്തിട്ടാണ് നമ്മൾ അതിനകത്തോട്ട് കയറുന്നത്. നമ്മൾ എന്ത് സാധനം എടുത്താലും സെൻസർ വഴി നമ്മുടെ ഈ മൊബൈൽ ആപ്പുമായിട്ട് ലിങ്ക്ഡ് ആയിക്കോളും. ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം ഓട്ടോമാറ്റിക്കലി പോയിക്കോളും എന്ന് പറയുന്ന അത്രയും ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള റീറ്റെയിൽ ഷോപ്പുകൾ നമ്മളുടെ ഒക്കെ അടുത്തേക്ക് വരാൻ പോവുകയാണ്. 5 വർഷത്തിനുള്ളിൽ ഇതൊക്കെ സംഭവിക്കും കേട്ടോ. 5 വർഷത്തില് നമ്മുടെ നാട്ടില് പല ആളുകളുടെയും ഇതൊക്കെ സത്യമാണ്. നമ്മൾ അതിനകത്ത് നിന്ന് പുറത്തിരിഞ്ഞു നിന്നിട്ട് കാര്യമില്ല. തൊട്ടടുത്ത് എത്തുമ്പോഴാണ് നമ്മൾ മലയാളികളൊക്കെ പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്. ഇത് എത്രയും പെട്ടെന്ന് എത്തും, ഒരു സംശയം വേണ്ട. ഇപ്പൊ നമുക്ക് US-ലൊക്കെ നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി ലോയേഴ്സിന്റെ ഒക്കെ ജോലി പോയി. ബിക്കോസ് അതെല്ലാം അൽഗോരിതം വെച്ച് ഓട്ടോമേറ്റഡ് ആക്കി കഴിഞ്ഞു. ഡ്രൈവേഴ്സിന്റെ ജോലി പോയിക്കൊണ്ടിരിക്കുന്നു, ഡ്രൈവർലെസ് കാറുകൾ വരുന്നു എന്ന് പറയുന്ന പോലെ അതിന് വേറെ ജോലികളുണ്ടാവും. ഓട്ടോമാറ്റിക്കലി വെയർ ഹൗസിൽ ബാക്ക് എൻഡ് കംപ്ലീറ്റ് ഓട്ടോമേറ്റഡ് ആണ്. ഇപ്പൊ ആമസോണിന്റെയും ആലിബാബയുടെ ഒക്കെ വെയർ ഹൗസ് കംപ്ലീറ്റ്ലി ബാക്ക് എൻഡ് ഓട്ടോമേറ്റഡ് ആണ്, കംപ്ലീറ്റ്ലി വിത്ത് റോബോട്ട്സ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നു. സർജറി നടത്തുന്നത് ഡോക്ടർമാരല്ല, ഇപ്പോ റോബോട്ട്സ് ആണ്. ഡോക്ടർമാരത് ഓപ്പറേറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. മീൻസ് റോബോട്ട്സിനെ ഓപ്പറേറ്റ് ചെയ്യുന്നു. ശരിക്കുള്ള ഓപ്പറേഷൻ നടത്തുന്നത് നമ്മുടെ അമൃതയിൽ വരെ ഉണ്ട്. നമ്മുടെ അമൃത ഹോസ്പിറ്റലിൽ വരെ റോബോട്ടാണ്, ഡാവിഞ്ചി എന്ന് പറയുന്ന റോബോട്ടാണ് സർജറി നടത്തുന്നത്. ഒരു ചെറിയ മെച്ചം എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ പറയുന്ന പോലെ കത്രികയൊന്നും വെച്ച് മറക്കത്തില്ല. റോബോട്ട് വളരെ പ്രിസിസീവ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, ടെക്നോളജി ഇന്റഗ്രേഷൻ ഇല്ലാതെ ഇനി ഒരു ബിസിനസ്സിനും അടുത്ത ലെവലിലേക്ക് പോകാൻ സാധിക്കില്ല. സോ ടെക്നോളജി ഇന്റഗ്രേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീം നമ്മൾ ബിൽഡ് ചെയ്തേ പറ്റും. ബിക്കോസ് ഒറ്റയ്ക്കൊന്നും ഒരു ബിസിനസ് റൺ ചെയ്യാൻ സാധിക്കില്ല, അതൊരു പഴയ കോൺസെപ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ whenever you build a strong team, you are more
you are having more possibilities to get funded. നിങ്ങൾക്ക് ഫണ്ട് കിട്ടാനുള്ള പോസിബിലിറ്റീസ് കൂടും നിങ്ങളുടെ ടീം സ്ട്രോങ് ആണെങ്കിൽ. അഗൈൻ ഇറ്റ് ഈസ് അബൌട്ട് ദ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി. മാർക്കറ്റിലെ ഓപ്പർച്യൂണിറ്റി എത്രമാത്രം ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനം. മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി വളരെ പ്രധാനമാണ്. ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതൊരു ചെക്ക് ലിസ്റ്റ് ആയിട്ട് തന്നെ ഉപയോഗിക്കുക. നിങ്ങൾ ഓൾറെഡി ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ തുടങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ ഈ 4 കാര്യങ്ങളിലും നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ലൈഡിലേക്ക് നമുക്ക് വരാം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ലൈഡുകളിൽ ഒന്നാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. ഇത് ഒരു സ്റ്റാർട്ടപ്പ് ഫൈനാൻസിങ് സൈക്കിൾ ആണ്. എങ്ങനെയാണ് സ്റ്റാർട്ടപ്പിന് ഫൈനാൻസ് കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഒരു വ്യക്തമായ ധാരണ നമ്മളുടെ സ്റ്റാർട്ടപ്പിനെ കുറിച്ച് ഉണ്ടാവണം. ആ ധാരണ നമ്മുടെ മനസ്സിൽ മാത്രം ഉണ്ടായപ്പോൾ, ഒരു ഐഡിയ ആയിട്ട് മാത്രം ഉണ്ടായപ്പോൾ, ഇറ്റ് ഷുഡ് ബി എ പ്ലാൻ. വളരെ ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു പ്ലാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ. ബ്രഹ്മ കുറച്ച് കാലങ്ങളായിട്ട്, ഞാൻ കൊറോണയ്ക്ക് ശേഷം ആക്ച്വലി ബ്രഹ്മ 100-ലധികം ബിസിനസ് പ്ലാനുകൾ ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപാട് ആളുകൾ പുതിയ ബിസിനസ് ഐഡിയാസുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഐഡിയാസിന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ ആക്കിയാൽ മാത്രമാണ് അവർക്ക് ആദ്യം നമുക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാവുക അല്ലെ. നമുക്കൊരു ബിസിനസ് ഐഡിയ ഉണ്ടെങ്കിൽ ആ ബിസിനസ് ഐഡിയനെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ഫേസ് ബൈ ഫേസ് ആയിട്ടുള്ള ഒരു പ്ലാൻ ആക്കിയാലാണ് നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവുക. അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സർവീസ്. ബ്രഹ്മ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സർവീസ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്ലാൻ. നമുക്ക് മാർക്കറ്റ് വളരെ നന്നായിട്ട് അറിയാം. കഴിഞ്ഞ ഒരു 12 വർഷമായിട്ട് നമുക്ക് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ ഡൊമൈനിലും നമ്മൾ ചെയ്തിട്ടുണ്ട്, പ്രൊജക്ടുകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നത്. സോ ഇഫ് യു ഹാവ് എ പ്ലാൻ ഉണ്ട്, പ്ലാൻ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ആരെങ്കിലും ഫണ്ട് തരുമോ? ഫണ്ട് ആരാ തരിക? നോക്കിക്കോളൂ, നമ്മുടെ ടൈമും റവന്യൂ വെച്ചിട്ടുള്ള ഒരു ഗ്രാഫാണ്. ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും ആദ്യം നമുക്കറിയാം കോ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനമാണ് എഴുതിയിരിക്കുന്നത്. എന്താ കോ ഫൗണ്ടേഴ്സ്? കോ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒപ്പം തന്നെ ഈ കമ്പനി സ്ഥാപിച്ചെടുക്കാനായിട്ട്, വിജയിപ്പിച്ചെടുക്കാനായിട്ട് നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആളുകളെയാണ് കോ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. ആരാ കോ ഫൗണ്ടേഴ്സ് ആയിട്ട് വരിക? ഒരു സംശയം വേണ്ട, കോ ഫൗണ്ടേഴ്സ് ആയിട്ട് വരിക നമ്മൾ അറിയാത്ത ആൾക്കാരല്ല, നമ്മൾ അറിയുന്ന ആൾക്കാർ മാത്രമേ കോ ഫൗണ്ടേഴ്സ് ആയിട്ട് വരുള്ളൂ. ഒരുപക്ഷെ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, റിലേറ്റീവ്സ് ആയിരിക്കാം, നമ്മൾ ഇത് പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്ന ആളുകളായിരിക്കാം. അപ്പൊ ഇത്തരം ആളുകളെയാണ് കോ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. അവർ പ്രൊഫഷണൽ ഇൻവെസ്റ്റേഴ്സ് ഒന്നും ആയിരിക്കില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്, ഐഡിയയുടെ ഏകദേശം ഒരു രൂപമുണ്ട്. അപ്പോ ഈ ഐഡിയയുടെ ഈ രൂപവുമായിട്ട് നമ്മൾ ഈ ഐഡിയ ഇവരുടെ അടുത്ത് ചെന്ന് അവതരിപ്പിക്കുമ്പോൾ ഇവര് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആവുക എന്നുള്ളതാണ് ചെയ്യുന്നത്. എനിക്ക് ഒരു കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് നേരിട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട്. കാരണം ആദ്യം തന്നെ ഒരാളും ഒരു കമ്പനിയും ഒരു ബാങ്കും ചിലപ്പോ നമ്മുടെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഈ ഐഡിയക്ക് ചിലപ്പോൾ ഭ്രാന്തമായ ഐഡിയ ആയിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, നമ്മൾ ഈ ഒരു പ്ലാനുമായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബിസിനസ് പ്ലാൻ ആയിട്ട് പോണ്ട. അതിനെയാണ് നമ്മൾ പിച്ച് ഡെക്ക് എന്ന് പറയുന്നത്. പിച്ച് ഡെക്ക് എന്താണ്? പിച്ച് ഡെക്ക് എന്നുള്ളത് ഞാൻ അടുത്ത സ്ലൈഡുകളിൽ പറയുന്നുണ്ട്. പിച്ച് ഡെക്ക് എങ്ങനെ ഉണ്ടാക്കണം എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ പിച്ച് ഡെക്കുമായിട്ട് പോവുക. നമ്മുടെ ബിസിനസിന്റെ ഒരു സമ്മറിയാണ് ബേസിക്കലി പിച്ച് ഡെക്ക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിച്ച് ഡെക്കുമായിട്ട് പോവുക. പിച്ച് ഡെക്കായിട്ട് പോയിട്ട് ഇവരുടെ അടുത്ത് ഭംഗിയായിട്ട് ഈ കാര്യം പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രസന്റ് ചെയ്യുക. ആ മിനിമം, അതായത് നമ്മുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് സർക്കിളിൽ മിനിമം ഒരു 100 ആളെങ്കിലും കണ്ട് ഇത് പ്രസന്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും 1-2 ആളുകൾ ചിലപ്പോൾ ആദ്യം നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് റെഡി ആയി എന്ന് വരാം. പക്ഷേ ആ ഗ്രാഫിൽ കാണുന്ന പോലെ അതൊരു വാല്യൂ ഓഫ് ഡെത്ത് ആണ്. ആ ചുവന്ന വര പോകുന്നത് കണ്ടോ? റവന്യൂ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക. കാരണം നിങ്ങൾക്ക് റവന്യൂ ഇല്ല, റവന്യൂ വളരെ നെഗറ്റീവ് ആണ്, നിങ്ങളുടെ കയ്യിൽ എക്സ്പെൻസ് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, റവന്യൂ ഉണ്ടാകുന്നില്ല, നിങ്ങൾക്ക് ഫണ്ട് കിട്ടുന്നില്ല, നിങ്ങൾ ബുദ്ധിമുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. റിയൽ ആയിട്ടും ബുദ്ധിമുട്ടിലേക്കായിരിക്കും ഇനീഷ്യൽ ഘട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്, യാതൊരു സംശയമില്ല. വളരെ ബുദ്ധിമുട്ട് പിടിച്ച ഒരു ഘട്ടമാണിത്. ആ ഘട്ടത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു സീഡ് ക്യാപിറ്റലോ ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റോ ഒരു ആക്സലറേറ്റർ പ്ലാറ്റ്ഫോമിലേക്കോ എത്താൻ പറ്റിയാൽ വളരെ നല്ലതാണ്. അപ്പൊ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ പറയാം. എന്താണ് സീഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ? സീഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ, സീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിത്താണ് അല്ലെ. ഒരു വിത്ത് പാകാനുള്ള ക്യാപിറ്റൽ തരുന്ന ആളുകളാണ്. നമ്മളുടെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ മുതൽ KSIDC പോലുള്ള ഗവൺമെന്റിന്റെ സംവിധാനങ്ങളൊക്കെ സീഡ് ക്യാപിറ്റൽ തരുന്നുണ്ട്. അതല്ലാതെ ഞാൻ വേറെ കുറെ പ്ലാറ്റ്ഫോമുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ സീഡ് ക്യാപിറ്റൽ മിക്കവാറും പല ആൾക്കാരും സബ്സിഡി ആയിട്ട് തരുന്നവരുണ്ട്. ചില ആളുകൾ വളരെ ചെറിയ ഇൻട്രസ്റ്റ് മാത്രമുള്ള ലോണുകളായി തരുന്ന ആളുകളുണ്ട് സീഡ് ക്യാപിറ്റൽ. അപ്പൊ സീഡ് ക്യാപിറ്റൽ ആദ്യം ലഭിച്ചാൽ ചിലപ്പോൾ അത് 2 ലക്ഷമോ, എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടപ്പ് മിഷനൊക്കെ 2-3 ലക്ഷമാണ് സീഡ് ക്യാപിറ്റൽ ആയിട്ട് തരിക. ചിലപ്പോൾ ചെറിയ ഒരു ഇനീഷ്യേഷൻ മാത്രമേ സാധിക്കുകയുള്ളൂ, ബാക്കിയുള്ളത് നമ്മൾ തന്നെ അറേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പം സീഡ് ക്യാപിറ്റൽ തരുന്ന ആളുകൾ, സീഡ് മണി തരുന്ന ആളുകൾ ഇതിനകത്ത് സ്റ്റേക്കോ ഷെയറോ ഒന്നും ചോദിക്കാൻ സാധ്യതയില്ല. അവർ നമുക്ക് ഇതൊന്ന് വളർത്തിയെടുക്കാനുള്ള ഒരു സംവിധാനമാണ് തരുന്നത്. അതുപോലെ തന്നെ ഒരുപക്ഷെ ഇനീഷ്യൽ ആയിട്ട് ഒരു ഇപ്പോ നമ്മുടെ കിറ്റ്കോ
കിറ്റ്കോവിന് ഇത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, സ്റ്റാർട്ടപ്സിന് വേണ്ടിയുള്ള പ്ലാറ്റ്ഫോം ഉണ്ട്, ചെറിയ സാമ്പത്തിക സഹായങ്ങളും ഒരു വെൻഡറിംഗ് സർവീസും ഒക്കെ കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അവർക്കുണ്ട്. ബ്രഹ്മ ലേണിംഗ് സൊല്യൂഷൻസ് പുതിയൊരു പ്ലാറ്റ്ഫോം ആരംഭിച്ചിട്ടുണ്ട്. ഗ്രോ ലാബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ആരംഭിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് അവസാനം ഞാൻ കാണിക്കുന്നുണ്ട്, ഒരു സ്ലൈഡ് കാണിക്കുന്നുണ്ട്. അതും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരുപാട് സീഡ് ക്യാപിറ്റൽ പ്ലാറ്റ്ഫോമുകളുണ്ട്. നമ്മൾ പലതും അറിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതൊന്ന് അറിയിക്കുക എന്നുള്ളത് കൂടിയാണ് ലക്ഷ്യം. അപ്പൊ ആദ്യ ഘട്ടം എന്താ? ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് റൗണ്ടാണ്. ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ആണ് നമുക്ക് ആദ്യം പൈസ തരിക, വേറെ ആരും തരില്ല. നമ്മൾ സാധാരണ ബിസിനസ്സിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. പക്ഷെ ഒരു പ്ലാൻ ഉണ്ടാവണം, അവർക്കൊരു വ്യക്തത കൊടുക്കും. അതിനുശേഷമാണ് സീഡ് മണി വരുന്നത്. സീഡ് മണി വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം എന്നുള്ള സംവിധാനമായി. അത് കഴിഞ്ഞാൽ there are angel investors. ഒരുപാട് സാധ്യതകൾ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്തുണ്ട്. ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അത്യാവശ്യം സെലിബ്രിറ്റീസ് അടക്കമുള്ള ആളുകൾ. രത്തൻ ടാറ്റ ഒരുപാട് കമ്പനികളിൽ അദ്ദേഹം 100-ലധികം കമ്പനികളിൽ അദ്ദേഹം ചെറിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. യുവരാജ് സിംഗ്, ഇതുപോലുള്ള സെലിബ്രിറ്റീസ്, മോഹൻലാൽ അടക്കമുള്ള ആളുകൾ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ആണ്. കേരളത്തിൽ വലിയൊരു ഏഞ്ചൽ ഇൻവെസ്റ്റർ നെറ്റ്വർക്ക് നിലവിലുണ്ട്. ഈ അടക്കമുള്ള ബിസിനസ് സംവിധാനങ്ങൾക്ക് ചെറിയ ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ് സംവിധാനങ്ങളുണ്ട്. പൂർണ്ണമായിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ സാധ്യതകൾ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഫണ്ട് ലഭ്യമാവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സാധ്യതകളും നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഉത്തരം. അപ്പൊ തീർച്ചയായിട്ടും നല്ല ഐഡിയകൾക്ക്, ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു, നല്ല ഐഡിയകൾക്ക് സീഡ് ക്യാപിറ്റൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. KSIDC 25 ലക്ഷം രൂപ വരെ തരുന്നുണ്ട് ചെറിയ ഒരു ഇൻട്രസ്റ്റ് റേറ്റിൽ. അപ്പൊ അതുകൊണ്ട് വലിയ സാധ്യതകൾ KSIDCയുടെ വെബ്സൈറ്റിൽ അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പൊ സാധ്യതകൾ നമുക്ക് ചുറ്റും ഒരുപാടുണ്ട് ഇനീഷ്യൽ ഒരു ഫണ്ട് കിട്ടാൻ വേണ്ടി. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഒരു വ്യവസായമൊക്കെ ആണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരുപാട് സ്കീമുകൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് സബ്സിഡി എന്നുള്ള രീതിയിലല്ല, ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിലുള്ള ലോണുകൾ എന്നുള്ള രീതിയിലും അതൊക്കെ ലഭ്യമാണ്. അപ്പൊ ഇതൊക്കെ ആദ്യഘട്ടങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പിക്കുക, ആദ്യം നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവണം, ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാവണം, അതിനൊരു പിച്ച് ഡെക്ക് ഉണ്ടാവണം. ഈ പിച്ച് ഡെക്ക് ഉപയോഗിച്ചിട്ട് വേണം എല്ലാ ആളുകളുടെയും അടുത്ത് ഇത് കൊണ്ടുപോകാൻ. വേറെ പല ആളുകളും ചോദിക്കുന്ന കാര്യമുണ്ട്, ഈ പിച്ച് ഡെക്ക് ഒക്കെ ആയിട്ട് പോയിട്ട് നമ്മളുടെ ഐഡിയ സംസാരിച്ച് ഈ ഐഡിയ അവരടിച്ചോണ്ട് പോകത്തില്ല. ഈ ഐഡിയ അവരങ്ങ് എടുത്തോണ്ട് പോയി അവരങ്ങ് ബിസിനസ് തുടങ്ങില്ലേ എന്നുള്ളതാണ് ചോദ്യം. രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒന്ന്, റോബർട്ട് കിയോസാക്കിയെ കുറിച്ചാണ്. റോബർട്ട് കിയോസാക്കിയുടെ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾ വായിക്കണം എന്നുള്ളൊരു അപേക്ഷയുണ്ട്. അതിനകത്ത് ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എന്താ ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ്? നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളുടെ ബുദ്ധിയും നമ്മളുടെ സമയവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എംപ്ലോയ്മെന്റ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമ്മുടെ ബുദ്ധിയും നമ്മുടെ സമയവും നമ്മുടെ എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എംപ്ലോയ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അടുത്ത ക്വാഡ്രന്റിലേക്ക് പോകുന്നു. നമ്മൾക്ക് വേണ്ടി തന്നെ നമ്മളുടെ ബുദ്ധിയും നമ്മളുടെ സമയവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ചെയ്യുന്നത് സെൽഫ് എംപ്ലോയ്മെന്റ്. നമ്മുടെ കേരളത്തിലുള്ള പല ബിസിനസ്സുകാരും സത്യം പറഞ്ഞാൽ ചെയ്യുന്നത് സെൽഫ് എംപ്ലോയ്മെന്റാ. കാരണം എന്താ? ഒരു 3 മാസം നമ്മളൊരു വേൾഡ് ടൂർ ഒക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ കമ്പനി അവിടെ ബാക്കിയുണ്ടോ ചിലപ്പോൾ തപ്പി നോക്കേണ്ടി വരും. അപ്പൊ നമ്മളില്ലെങ്കിൽ നമ്മളുടെ കമ്പനി വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവസ്ഥയെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് എ ബിസിനസ്, ഇറ്റ്സ് എ സെൽഫ് എംപ്ലോയ്മെന്റ്. അടുത്ത ക്വാഡ്രന്റ് ആണ് എന്ത്? ബിസിനസ് അഥവാ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടി മറ്റുള്ളവരുടെ ബുദ്ധിയും മറ്റുള്ളവരുടെ സമയവും അവർ ഉപയോഗിക്കുകയും നമുക്ക് പണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ബിസിനസ് അഥവാ ഓൺട്രപ്രണർഷിപ്പ്. അടുത്ത ക്വാഡ്രന്റിനെയാണ് ഇൻവെസ്റ്റർ എന്ന് പറയുന്നത്. എന്താ? പണം, നമ്മളുടെ പണം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ക്വാഡ്രന്റ് ആണ്. അപ്പോ ഇൻവെസ്റ്റർ ആവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആക്ച്വലി ഓൺട്രപ്രണർഷിപ്പും കഴിഞ്ഞ് അതിന്റെ അപ്പുറത്തേക്ക് പോകാനുള്ള ഒരു അവസ്ഥ നോക്കി നിൽക്കുന്ന ആളുകളാണ്. വെറുതെ ഇരുന്നു കൊണ്ട് അവരുടെ പണം വർക്ക് ചെയ്തുകൊണ്ട് അവർ പൈസ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. അപ്പൊ അത്തരത്തിലുള്ള ആളുകളാണ് ശരിക്കുള്ള ഒരു ഇൻവെസ്റ്റർ ആയിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ചെറിയൊരു ശതമാനം, ഒരു പക്ഷെ ചെറിയൊരു സാധ്യത ഉണ്ട്. അവർ വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എന്താ? നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത്, ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് ശക്തമായിട്ടുള്ള വിഷനും മിഷനും സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ വേണം. ഇതില്ലാത്ത ഒരാൾ തുടങ്ങിയിട്ട് യാതൊരു കാര്യമില്ല. എത്രയോ ഉദാഹരണങ്ങൾ ഞാൻ കഴിഞ്ഞ ഒരു 10-12 വർഷമായിട്ട് ചുറ്റും കണ്ടിരിക്കുന്നു. കേരളത്തിൽ തന്നെയുള്ള നല്ല ബിസിനസ്സുകളെ കോപ്പി ചെയ്യാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടിട്ടുള്ള എത്രയോ കഥകൾ നമുക്ക് മുന്നിലുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇഫ് യു ഹാവ് എ ഗുഡ് വിഷൻ, ഇഫ് യു ഹാവ് എ ഗുഡ് സ്ട്രാറ്റജി, തീർച്ചയായിട്ടും അതൊന്നും കോപ്പി ചെയ്യാൻ സാധിക്കില്ല. മാത്രമല്ല ഒരു കാര്യം നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുക, ഒരിക്കലും ഒരാൾക്കും കോപ്പി ചെയ്യാൻ പറ്റാത്ത ഒന്ന് നിങ്ങളുടെ ബിസിനസ്സിലുണ്ട്. അത് നിങ്ങളാണ്, നിങ്ങളുടെ ഊർജ്ജമാണ്, നിങ്ങളുടെ വിഷനാണ്. നിങ്ങളെ കോപ്പി ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പ്രസന്റ് ചെയ്യാം.
പ്രസന്റ് ചെയ്യാനുള്ള സംവിധാനത്തെയാണ് പിച്ച് ഡെക്ക് എന്ന് പറയുന്നത്. പിച്ച് ഡെക്ക് എന്ന് പറയുന്നത്. ഇനി ഓക്കെ, ഇനി എങ്ങനെയാണ് ഇപ്പോൾ ഈ ഫണ്ട് വരുന്നത്? സാധാരണ ഫ്ലിപ്കാർട്ടിന് ഫണ്ട് കിട്ടി എന്ന് പറയുന്നത്, മറ്റുള്ളവർക്ക് ഫണ്ട് കിട്ടി. അതിന്റെ ഒരു മെക്കാനിസം ഞാൻ കാണിച്ചത്. ഇതാണ് അതിന്റെ ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ലൈഡ്. എല്ലായിടത്തും കാണാൻ പറ്റുന്ന ഒരു സ്ലൈഡ് അല്ല. വെരി വെരി റയർ ആയിട്ടുള്ള സ്ലൈഡാണ്. കാരണം ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് 6000 ഷെയർസ് ആണ് നിങ്ങളുടെ ഷെയർസിൽ ഉള്ളതെന്ന് വിചാരിക്കും. നിങ്ങൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെന്ന് വിചാരിക്കും. അപ്പൊ ആ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കാര്യം കൂടി ഞാൻ പറയാം. രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഒരു കമ്പനി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു ഒത്തന്റിക് ആയിട്ടുള്ള ഒരു ഫീൽ വേണമെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് രജിസ്റ്റർ ഇറ്റ് ആസ് എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ശരിക്കും ഒരു കമ്പനി ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളൊരു പ്രൊപ്പറേറ്റർഷിപ്പോ പാർട്ണർഷിപ്പോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആളുകൾ ഒരുപക്ഷെ നിങ്ങളുടെ ഡിയർ ആൻഡ് നിയർ ഒക്കെ ഒരുപക്ഷെ കടം തരുമായിരിക്കും. പക്ഷെ അത് നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് പൈസ തരുന്ന പോലെ ആയിരിക്കും. അതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. സോ നിങ്ങൾ വലിയൊരു കമ്പനിയാണ് അല്ലെങ്കിൽ വലിയൊരു സാമ്രാജ്യമാണ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു സംശയം വേണ്ട, ഇറ്റ് ഷുഡ് ബി രജിസ്റ്റേർഡ് ആസ് എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. മിനിമം ഒരു LLP എങ്കിലും ആയിരിക്കണം. എങ്കിലും പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. LLP പിന്നീട് വേണമെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കി മാറ്റുകയും ചെയ്യാം. അതുകൊണ്ട് LLP വലിയ പ്രശ്നമാണ്. പക്ഷേ ഇപ്പോ സ്റ്റാർട്ടപ്പ് മിഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് അവർ കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത്. അതർവൈസ് അവർ രജിസ്റ്റർ ചെയ്യാൻ പോലും പലപ്പോഴും സമ്മതിക്കാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങളൊരു വലിയ ബിസിനസ് മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഫോമിലേക്ക് വരിക. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നിങ്ങൾക്കറിയാം സാധാരണ ഷെയർസ് ആണ് ഉണ്ടാവുക, ഇക്വിറ്റി ഷെയർസ് എന്നാണ് അതിനെ പറയുന്നത്. ഞാൻ പെട്ടെന്നാണ് പറയുന്നത്, വലിയൊരു കോൺസെപ്റ്റ് ആണ്. അപ്പം 6000 ഷെയർസ് ആണ് നിങ്ങളുടെ കമ്പനിയിൽ എന്ന് കരുതുക. അത് നമുക്ക് പ്ലാൻ ചെയ്യാം. നമ്മൾ എങ്ങനെയാണോ രജിസ്റ്റർ ചെയ്യുന്നത് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. 6000 ഷെയർസ് ആണ് ഉള്ളത്. 100% എന്ന് പറഞ്ഞാൽ 6000 ആണ്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. അങ്ങനെ റൗണ്ട് പലതരത്തിലാണ് ഫണ്ടുകൾ ഉണ്ടാവുന്നത്. സീഡ് ഫണ്ടിങ്ങിൽ നിങ്ങൾ ഒന്നും ഡൈല്യൂട്ട് ചെയ്തിട്ടില്ല. കാരണം ഡൈല്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സബ്സിഡി ആയിട്ട് കുറച്ച് കിട്ടി. നിങ്ങളുടെ ഇക്വിറ്റി ഒന്നും നിങ്ങൾ ഡൈല്യൂട്ട് ചെയ്തിട്ടില്ല. അടുത്ത റൗണ്ട് ഫണ്ട് വന്നു. അടുത്ത റൗണ്ട് ഫണ്ട് പല റൗണ്ടുകൾ എന്നാണ് പറയുക. സാർ നിങ്ങൾ ആ മുമ്പത്തെ ഗ്രാഫ് നോക്കിയാൽ അറിയാം. ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ കാണാം കേട്ടോ. ഏർലി സ്റ്റേജ് ഫണ്ട്, അതിന് മുകളിൽ ഏതൊക്കെ തരത്തിലാണ് വരുന്നത്? VCs, അക്വിസിഷൻസ്, സ്ട്രാറ്റജിക് അലയൻസസ്. VC എന്ന് പറഞ്ഞാൽ വെഞ്ചർ ക്യാപിറ്റൽ കേട്ടോ. അപ്പൊ ഈ രീതിയിലാണ് ഫണ്ട് വരുന്നത്. പക്ഷെ ഈ ഫണ്ട് വരുന്നത് എങ്ങനെയാണ്? ഓക്കെ, ഫണ്ട് വരാൻ ഏറ്റവും ആദ്യമായിട്ട് നമ്മളുടെ കമ്പനി ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ ആ കമ്പനി ഒരു വാല്യുവേഷൻ നടത്തേണ്ടത്. വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതെ, നമ്മുടെ കമ്പനിയുടെ മൂല്യം എത്രയാണെന്ന് നിർണ്ണയിക്കേണ്ടതുണ്ട്. അതിലൊരു കാര്യം ഞാൻ നിങ്ങളോട് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഐഡിയേഷൻ സ്റ്റേജിൽ സാധാരണ കമ്പനികൾക്കൊന്നും ഒരു വാല്യുവേഷൻ കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അല്ലെങ്കിൽ അത്രയും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്, അത്രയും ഫ്യൂച്ചർ ഉള്ള ഒരു ഐഡിയ ആണ്, വേറെ ആർക്കും ഇല്ലാത്ത ഒരു ഐഡിയ ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പേറ്റന്റ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നാലൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ചെറിയ സാധ്യത ഉണ്ട്. പക്ഷെ എങ്കിലും ഐഡിയേഷൻ സ്റ്റേജിൽ നിങ്ങൾക്ക് ഒരു വാല്യുവേഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കമ്പനിയുടെ മൂല്യം നമ്മൾ തന്നെയാണ് നിർണ്ണയിക്കുന്നത് സാധാരണഗതിയിൽ. ഇപ്പൊ ഞാനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ എനിക്ക് പറയാം, ഞാനും എൻ്റെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ടീമും ഉണ്ട്, ഈ ഒരു മേഖലയിൽ എനിക്ക് കഴിഞ്ഞ 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനൊരു ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള ഒരു മൊബൈൽ ആപ്പ് ഇതിനു വേണ്ടി നിർമ്മിച്ചിട്ടുണ്ട്. ഇതിന് ഒരു വാല്യുവേഷൻ ഞാൻ തീരുമാനിക്കുന്നത് 10 കോടി രൂപയാണ്. അതായത് എന്റെ മൊബൈൽ ആപ്പ്, എന്റെ ഈ ഒരു ടീമിന്, ഈ കോൺസെപ്റ്റിന് ഞാൻ 10 കോടി രൂപ ഞാൻ വാല്യൂ ഇടുന്നു, ഞാൻ മൂല്യം ഇടുകയാണ്, ഞാൻ പ്രൈസ് ഇടുകയാണ്. ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ഇത് വിൽക്കാൻ തയ്യാറാണ് 10 കോടി രൂപയ്ക്ക് ഞാൻ പറയുകയാണ്. അപ്പൊ ഞാൻ പറയുമ്പോൾ അതിന് എന്ത് സംഭവിക്കുന്നുണ്ട്? അതിന് ഒത്തന്റിസിറ്റി അല്ലെ? അപ്പൊ ഒത്തന്റിസിറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യണം? അതിനൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു വാല്യൂവർ ആവശ്യമാണ്. അപ്പൊ പണ്ട് ഒരു 2 വർഷം മുമ്പ് വരെ ചാർട്ടേഡ് അക്കൗണ്ടൻസിന് ഈ വാല്യുവേഷൻ ചെയ്യാമായിരുന്നു. എല്ലാ ചാർട്ടേഡ് അക്കൗണ്ടൻസിനും ചെയ്യാമായിരുന്നു വാല്യുവേഷൻ. പക്ഷേ 2 വർഷം മുമ്പ് സെബി, ഇന്ത്യയുടെ കൺട്രോൾ ചെയ്യുന്ന ബോർഡാണ്, സെബി ഒരു തീരുമാനം എടുത്തു. അങ്ങനെ എല്ലാവർക്കും, എല്ലാ ചാർട്ടേഡ് അക്കൗണ്ടൻസിനും ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? എല്ലാവരും ഇത് ചെയ്ത് ആകെ പ്രശ്നമാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോഴാണല്ലോ പുതിയ നിയമങ്ങൾ വരുന്നത്. അങ്ങനെ ഇത് മിസ്യൂസ് ചെയ്തപ്പോൾ അവരൊരു തീരുമാനം എടുത്തു, സെബി അപ്രൂവ്ഡ് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസിന് മാത്രമേ ഒഫീഷ്യൽ ആയിട്ടുള്ള വാല്യൂവേഴ്സ് ആവാൻ പറ്റുള്ളൂ. അപ്പം കേരളത്തിൽ കുറച്ചു പേരുണ്ട്, കേരളത്തിൽ കുറച്ചു പേരേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഒരു വ്യക്തമായ ഐഡിയ ഉണ്ടെങ്കിൽ, അത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഐഡിയ ആണെങ്കിൽ, അത്രയും ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സെബി അപ്രൂവ്ഡ് ആയിട്ടുള്ള വാല്യൂവർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ വാല്യൂ എടുക്കാം വേണമെങ്കിൽ. പക്ഷെ അത് ഞാൻ എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും മിനിമം ഏതെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും പ്രോപ്പർ ആയിട്ട് റൺ ചെയ്ത് കാണിക്കുന്ന ഒരു സംവിധാനമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ വാല്യൂവറെ കൊണ്ട് അത് വാല്യൂ ചെയ്യിപ്പിക്കാൻ സാധിക്കുള്ളൂ. കാരണം അവർക്ക് ഒരുപാട് ഡോക്യുമെന്റേഷനുകളും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്.
ഇതിനെ സാധാരണ ഈ വാല്യൂ ചെയ്യുന്ന മെക്കാനിസത്തിനെ നമ്മൾ സാധാരണ പറയുന്നത് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്ന ഒരു മെക്കാനിസത്തിലൂടെയാണ് അവർ വാല്യൂ ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, ഇത് ഇന്ന് ഇപ്പൊ ഈ ജില്ലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഒരു 100 ജില്ലകളിൽ ഒരേപോലെ വർക്ക് ചെയ്യുകയാണെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ ഇതിന് ഇത്ര ടേൺ ഓവർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ബാക്കിലേക്ക് പിടിച്ചു വലിക്കുന്ന ഒരു സംവിധാനമാണ്, ഒരു ഫോർമുലയൊക്കെ വെച്ചിട്ടാണ് ഇത് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇതിന് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തഡോളജി എന്നാണ് പറയുന്നത്. അത് വെച്ചിട്ടാണ് ഇപ്പോഴത്തെ കമ്പനിയുടെ മൂല്യത്തിലേക്ക് അവരെത്തുന്നത്. അങ്ങനെ ഒരു വാല്യൂവറുടെ വാല്യുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒത്തന്റിക് ആവും. ബ്രഹ്മയ്ക്ക് ഇൻഹൗസ് ആയിട്ടൊരു വാല്യൂവർ ഇല്ല, പക്ഷെ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വാല്യൂവേഴ്സ്, ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള വാല്യൂവേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങളൊരു ബിസിനസ് തുടങ്ങി ഏകദേശം 1-2 വർഷമൊക്കെ ആയിട്ട് അത്യാവശ്യം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സംവിധാനമാണ്, മുന്നോട്ട് പോകാൻ പറ്റും, റെപ്ലിക്കബിലിറ്റി ഉണ്ട്, വ്യക്തമായ ബിസിനസ് പ്ലാൻ ഒക്കെ ഉണ്ട് എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള വാല്യുവേഷന് പോകാം. അങ്ങനെ ആ ഒരു വാല്യുവേഷനുമായിട്ട് നമുക്ക് ഫണ്ടിങ് ഏജൻസികളെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോ അതില്ലെങ്കിലോ? കാരണം നമുക്ക് മാത്രമേ ഐഡിയ ഉറപ്പുള്ളൂ. നമുക്കൊരു വാല്യൂവർ അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല. നമുക്ക് തന്നെ വാല്യുവേഷൻ ഉണ്ടാക്കാം, കുഴപ്പമൊന്നുമില്ല. ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനോ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള കൺസൾട്ടൻസിനോ ഒക്കെ ഇത്തരം ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു കമ്പനീനെ വാല്യൂ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ വാല്യുവേഷൻ ഏകദേശം എത്രയാണ് എന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ഒരു വളരെ വ്യക്തമായ പ്രസന്റേഷൻ ഉണ്ടാകും. അതായത് കറക്റ്റ് ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ ഒക്കെ കാണിച്ചുകൊണ്ട് ഇത്രയും നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഇത്രയും ക്യാഷ് വരാൻ സാധ്യതയുണ്ട്, ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഷെയറുകൾ ഇഷ്യൂ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ നോക്കൂ, ഇത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ലൈഡാണ്. അപ്പോ ആദ്യമായിട്ട് ഇൻവെസ്റ്റർ വരികയാണ്. ആദ്യമായിട്ട് ഇൻവെസ്റ്റർ വരുമ്പോൾ 6000 ഷെയർസ് ആണ് നമ്മുടെ കമ്പനിയിലുള്ളത്. എന്ത് ചെയ്യുന്നു നോക്കൂ, 6000 ഷെയർസ് കുറഞ്ഞിട്ടില്ല. എന്റെ കയ്യില്, ഫൗണ്ടറുടെ കയ്യില് 6000 ഷെയർ അപ്പോഴും ഉണ്ട്. ഞാൻ എക്സ്ട്രാ 2000 ഷെയർ കൂടി ഇഷ്യൂ ചെയ്തിട്ട് ആ 2000 ഷെയർ അവർക്ക് കൊടുക്കുകയാണ്. അതായത് അപ്പൊ മൊത്തം 8000 ഷെയർ ഉണ്ട്. ആ 8000 ഷെയറിലെ 2000 ഷെയർ, അതായത് 25% അതാ എ റൗണ്ടിൽ ഫണ്ട് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റർ കൊടുത്തിരിക്കും. അപ്പൊ അയാളുടെ കയ്യിൽ 25% ഷെയർ ആവും. അടുത്ത ബി റൗണ്ടിൽ വേറൊരു ഇൻവെസ്റ്റർ വന്നു. അപ്പൊ എന്താ പ്രത്യേകത? ബി റൗണ്ടിലേക്ക് വരുമ്പോഴേക്കുമുള്ള പ്രത്യേകത ഞാൻ പറയാം. ഈ ഫ്ലിപ്കാർട്ടിനൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മെക്കാനിസം ഞാൻ പറയുന്നത്. അതായത് ആദ്യം ഒരു ഇൻവെസ്റ്റർ വന്നു, നമ്മുടെ കയ്യിലുള്ള നമ്പർ ഓഫ് ഷെയർസ് കുറഞ്ഞിട്ടില്ല, പക്ഷെ പെർസെന്റേജ് ഓഫ് ഷെയർസ് ഒരല്പം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്പർ ഓഫ് ഷെയർസ് അവിടെ തന്നെയുണ്ട്. എന്താ അതുകൊണ്ടുള്ള മെച്ചം? നമ്മൾ പുതിയ ഒരു ഫണ്ടർ വരുമ്പോൾ എന്തിനു വേണ്ടിയായിരിക്കും നമ്മൾ ആ ഫണ്ട് ഉപയോഗിക്കുന്നത്? പല കാര്യത്തിനു വേണ്ടിയാണ്. പ്രത്യേകിച്ചും മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയും കൂടുതൽ യൂസേഴ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ്. ഇപ്പൊ ബൈജൂസ് കഴിഞ്ഞ ഒരു 2000 കോടി രൂപ കിട്ടിയ സമയത്ത് അതിനകത്ത് ഏകദേശം 80% ഉപയോഗിച്ചത് മാർക്കറ്റ് എക്സ്പാൻഷന് വേണ്ടിയും കസ്റ്റമർ അക്വിസിഷന് വേണ്ടിയുമാണ്. കൂടുതൽ ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കാൻ, സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാനൊക്കെ വേണ്ടിയാണ് ഇത് ഉപയോഗിച്ചത്. അപ്പോ അവരുടെ വാല്യുവേഷൻ ഇത് കഴിഞ്ഞു വരുമ്പോൾ, അതായത് ആ ആദ്യത്തെ ഫണ്ടിങ് കഴിഞ്ഞ് ഏകദേശം 1 വർഷം കഴിയുമ്പോഴേക്കും ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ ചിലപ്പോൾ 10 ഇരട്ടി യൂസേഴ്സ് അതിനകത്ത് ആയിട്ടുണ്ടാവും, അല്ലെ? കൂടുതൽ ജോഗ്രഫീസിലേക്ക് അത് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ 1 വർഷം കഴിഞ്ഞിട്ട് അത് വാല്യൂ ചെയ്യുന്ന സമയത്ത്, കമ്പനി വാല്യൂ ചെയ്യുന്ന സമയത്ത് 10 കോടി മാത്രം ഉണ്ടായിരുന്ന വാല്യുവേഷൻ 1 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ 30 കോടി ആയിട്ടുണ്ടാവും. ശരിയാണല്ലോ? അന്ന് അതായത് 10 കോടി ഉണ്ടായിരുന്ന സമയത്ത് 20% ഷെയർസ് കിട്ടാൻ എത്ര രൂപ ചെലവാക്കണമായിരുന്നു? വളരെ ക്ലിയർ ആണ്, 2 കോടി രൂപ ചെലവാക്കിയാൽ മതിയായിരുന്നു. എന്നാൽ 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും 20% ഷെയർസ് ഇനി കിട്ടണമെങ്കിൽ എത്ര വേണം? 6 കോടി രൂപ നിങ്ങൾ ചെലവാക്കണം എന്നുള്ള അവസ്ഥയിലേക്ക്. ഓട്ടോമാറ്റിക്കലി നമ്മളുടെ കയ്യിലുള്ള ഷെയറിന്റെ വാല്യൂ അതിനനുസരിച്ച് കൂടുകയും ചെയ്യും. ഇതാണ് സച്ചിൻ ബൻസാൽ, ബെന്നി ബൻസാൽ പോലുള്ള ആളുകൾക്കൊക്കെ ഇത്രയും വലിയ ഷെയർ വാല്യൂ, അതായത് 3% എന്നുള്ള രീതിയിലേക്ക് അവർ ചുരുങ്ങിയിട്ട് പോലും ഷെയറിന്റെ വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കുന്നത്. ഇതിനെയാണ് ക്യാപിറ്റൽ മെക്കാനിസം എന്ന് പറയുന്നത്. അതായത് ക്യാപിറ്റലിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്നു. 2000 കോടി കിട്ടുമ്പോൾ ആ 2000 കോടി ഉപയോഗിച്ച് മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുന്നു, ബ്രാൻഡ് നെയിം എക്സ്പാൻഡ് ചെയ്യുന്നു, കൂടുതൽ പാഠ്യ പദ്ധതികൾ വരുന്നു, പ്രൊജക്ടുകൾ വരുന്നു, വലിയ സംവിധാനങ്ങൾ വരുന്നു, വലിയ ഇൻഫ്രാസ്ട്രക്ചർ വരുന്നു. ഇത്രയും കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി വീണ്ടും ഒരു വാല്യുവേഷൻ, അവിടെയാണ് അപ്രൂവ്ഡ് വാല്യുവേഷന്റെ ഇമ്പോർട്ടൻസ്. ഒരു അപ്രൂവ്ഡ് വാല്യുവേറ്റർ വീണ്ടും വാല്യൂ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കുതിച്ചു വരുന്നു കമ്പനിയുടെ വാല്യൂ. ആ സമയത്ത് വീണ്ടും കമ്പനി ഷെയർസ് ഡൈല്യൂട്ട് ചെയ്യുന്നു അറ്റ് പ്രീമിയം, വലിയ പ്രീമിയം റേറ്റിൽ. മുമ്പ് 10 രൂപ മാത്രം ഫേസ് വാല്യൂ ഉണ്ടായിരുന്ന ഒരു ഷെയറിന്റെ വില 100 രൂപയായും 200, 500, 800, 1000, 10000 ഒക്കെ ആയിട്ട് ഉയരുന്നു. ദിസ് ഈസ് കോൾഡ് ക്യാപിറ്റൽ മെക്കാനിസം. ഇങ്ങനെയാണ് നമുക്ക് ചുറ്റും കാണുന്ന ഈ കമ്പനികളെല്ലാം, ബിഗ് ബാസ്ക്കറ്റ് ആവട്ടെ, ഫ്ലിപ്കാർട്ട് ആവട്ടെ,
നമുക്ക് ചുറ്റും കാണുന്ന ഈ കമ്പനികളെല്ലാം വലിയ വാല്യുവേഷനിലേക്ക് കുതിച്ചു ചാടിയിട്ടുള്ളത്. അപ്പൊ എന്ത് കണ്ടിട്ടാണ് ഈ കുതിച്ചുചാട്ടം എന്ന് ചോദിച്ചാൽ വ്യക്തമായ സ്ട്രാറ്റജികൾ പല കമ്പനീസിനും ഉണ്ട്. പലതിനും ആ സ്ട്രാറ്റജികളിൽ പ്രശ്നമുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് വൈപ്പ് ഔട്ട് ആയി പോകുന്നുണ്ട്. അപ്പൊ വെഞ്ചർ ക്യാപിറ്റൽസ് എന്ത് കണ്ടിട്ടാണെന്ന് അറിയാമോ? അവര് ഏതെങ്കിലും ഒരു ഡൊമൈൻ സ്പെസിഫിക് ആയിരിക്കും, അവർ എക്സ്പെർട്ടുകളായിരിക്കും ഇതിനകത്ത്. വെറുതെ വെഞ്ചർ ക്യാപിറ്റൽ ആവുന്നൊന്നുമല്ല. അവരിപ്പോ ഗ്രോസറി ആണെങ്കിൽ ഗ്രോസറിയിൽ എക്സ്പെർട്ട് ആയിരിക്കും. അവരൊരു സിമിലർ ആയിട്ടുള്ള ഏകദേശം 5-10 ആപ്ലിക്കേഷൻസിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതിനകത്ത് മിക്കവാറും 10 8 മിക്കവാറും വലിയ രീതിയിൽ പൊട്ടും, പക്ഷെ 2 വലിയ രീതിയിൽ വിജയിക്കും. വിജയിക്കുന്നതിന്റെ അവരുടെ റിട്ടേൺസ് എന്ന് പറയുന്നത് അൺബിലീവബിൾ റിട്ടേൺസ് ആയി. അപ്പൊ അതുകൊണ്ട് തന്നെ 20% അവരുടെ ഇൻവെസ്റ്റ്മെന്റ് വിജയിച്ചാൽ പോലും അവർക്ക് മിക്കവാറും 200% ലാഭം കിട്ടുന്ന അവസ്ഥയിലേക്ക് അവർ പോകും. ദിസ് ഈസ് ദ മെക്കാനിസം ഇൻ വിച്ച് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് വർക്ക്സ്. അപ്പൊ ഇതാണ് വെഞ്ചർ VCയുടെ രീതി എന്ന് പറയുന്നത്. ഈ കാണുന്ന ഇത് പ്രകാരമാണ് ഷെയർസ് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. ഷെയർസിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. യു ക്യാൻ ഇഷ്യൂ ഷെയർസ്, പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യാം, പ്രിഫറൻസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യാം. പല തരത്തിൽ നമുക്ക് ഫണ്ട് കൊണ്ടുവരാനുള്ള പല ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് പ്രൈവറ്റ് ലിമിറ്റഡ്. അതിനാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഒരു എക്സൈറ്റ്മെന്റ്. അതാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ പല മണി മേക്കിംഗ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാം, ബോൺസ് ഇഷ്യൂ ചെയ്യാം, ഡിബഞ്ചേഴ്സ് കൊണ്ടുവരാം. നിങ്ങളിപ്പോ പലപ്പോഴും ഈ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, ഇപ്പോ മുത്തൂറ്റൊക്കെ പോലുള്ള കമ്പനികളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും പലരും. അപ്പൊ അതിനകത്ത് നോക്കിയാൽ അറിയാം, നിങ്ങൾ ഫിക്സഡ് ഡെപ്പോസിറ്റിലല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് കോൾഡ് NCD, നോൺ കൺവെർട്ടിബിൾ ഡിബഞ്ചർ എന്നാണ് അതിന് പറയുന്നത്. ഡിബഞ്ചറുകളിലാണ് ആക്ച്വലി നിങ്ങൾ കമ്പനിയുടെ ഒരു ഭാഗമായിട്ട് ഒരു ഷെയർ ഒക്കെ പോലുള്ള മറ്റൊരു ഇൻസ്ട്രുമെന്റ് ആണ്. ഡിബഞ്ചറിലാണ്, കടപ്പത്രങ്ങളിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള സാധ്യതകളുണ്ട്. പല കമ്പനികളിലും ഡിബഞ്ചറുകൾ വഴി നമുക്ക് ഫണ്ട് എടുക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ സാധ്യതകളെല്ലാം ഉപയോഗിച്ചിട്ടാണ് കമ്പനികളെല്ലാം, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ ഉള്ള സാധ്യതകളാണ് ഇതൊക്കെ. അപ്പം ഇങ്ങനെ ഫണ്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സീഡ് ഫണ്ടിങ്ങിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു. സീഡ് ഫണ്ടിങ്ങിന്റെ സോഴ്സസ്, അതായത് ഒരു കമ്പനി തുടങ്ങുമ്പോൾ ഉള്ള സോഴ്സസ് ഒക്കെ പറയുന്നത്, ഒന്ന് ബിസിനസ് റവന്യൂ ആയിരിക്കാം, പിന്നെ പേഴ്സണൽ സേവിങ്സോ നമ്മുടെ ഡിയർ ആൻഡ് നിയർ സേവിങ്സോ ആവാം, കോർപ്പറേറ്റ് സീഡ് ഫണ്ട്സ് ആവാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാർട്ടപ്പ് മിഷന്റെ ഫണ്ട് ഉണ്ട്, KSIDCയുടെ ഫണ്ട് ഉണ്ട്. ഓരോ വലിയ എസ്റ്റാബ്ലിഷ്മെന്റ്സും അവരുടേതായുള്ള സീഡ് ഫണ്ടിങ് മെക്കാനിസം തുടങ്ങി. ഇപ്പൊ ഫ്ലിപ്കാർട്ട് ലീപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പൊ IIMK, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട്, അവരുടെ ഇൻക്യുബേഷൻ സെന്റർ ഉണ്ട്. അവിടെ നല്ല ഐഡിയാസിന് അവർ ഫണ്ട് കൊടുക്കുന്നുണ്ട്. അവിടെ പോവാം. എല്ലാ IIMs ഇതുപോലെ ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇക്കണോമിക് ടൈംസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പൊ മനോരമ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. V-Guard ചെയ്യുന്നു. ഒരുപാട് കമ്പനീസ്, കോർപ്പറേറ്റ്സ് സീഡ് ഫണ്ടിങ്ങിനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ ഇത് നമ്മൾ കണ്ണും കാതും തുറന്നു വെച്ചിരിക്കണം. തുറന്നു വെച്ചിരുന്നാൽ പോരാ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ് പ്ലാൻ പിച്ച് ഡെക്കിലാണ് ആ ഭാഗത്തേക്ക് പോവുകയാണ്. അടുത്തത് ഇൻക്യുബേറ്റേഴ്സ്, ആക്സിലറേറ്റേഴ്സ് ഉണ്ട്. ഏഞ്ചൽ പ്രൈം, കോസ്ല ലാബ്സ്, സയൻസ് ആൻഡ് ടെക്നോളജി എന്റർപ്രണർഷിപ്പ് പാർക്ക്, അതുപോലെ സീഡ് ഫണ്ട്, സയൻസ്, റീജൻ ക്യാപിറ്റൽ. ഇതെല്ലാം ഇന്ത്യയിലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള സീഡ് ഫണ്ട് പ്ലാറ്റ്ഫോംസ് ആണ്. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇത് ഞാൻ കുറച്ചെണ്ണം എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ, ഇതിൽ കൂടുതലുണ്ട്. പിന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വേറെ ഉണ്ട്. letsventure.com എന്ന് പറയുന്ന നല്ലൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. acommunity.com ഉണ്ട്. പിന്നെ അതുപോലെ ഇന്റർനാഷണൽ ഫിലാന്ത്രോപിക്കൽ ഇമ്പാക്ട് ഇൻവെസ്റ്റേഴ്സിന് ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ, നമുക്കറിയാം ബിൽ ഗേറ്റ്സിന്റെ ഫൗണ്ടേഷൻ ഉണ്ട്. അവർ ഒരുപാട് സഹായിക്കുന്നുണ്ട്. വിപ്രോന്റെ അസീം പ്രേംജിയുടെ ഫൗണ്ടേഷൻ ഉണ്ട്. അതുപോലെ നമ്മുടെ ഇൻഫോസിസിന്റെ ഫൗണ്ടേഷൻ ഉണ്ട്. ഇൻഫോസിൽ ഓരോരുത്തർക്കും ഫൗണ്ടേഷൻ ഉണ്ട്. ഷിബുലാലിന് സെപ്പറേറ്റ് ഫൗണ്ടേഷൻ ഉണ്ട്, ക്രിസ് ഗോപാലകൃഷ്ണന് സെപ്പറേറ്റ് ഫൗണ്ടേഷൻ ഉണ്ട്. ഇവരെല്ലാം സീഡ് ഫണ്ടുകളും ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റുകളും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവർക്കൊക്കെ വളരെ സ്ട്രക്ചർഡ് ആയിട്ടുള്ള സംവിധാനം ഉണ്ട്. അതിന് അവർ എത്തിപ്പിടിക്കാൻ പറ്റുമോ ഒന്നും പേടിക്കൊന്നും വേണ്ട. പലർക്കും ഓൺലൈനായിട്ട് തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവരെയൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ബ്രഹ്മ ലേണിംഗ് സൊല്യൂഷൻസ് ഗ്രോ ലാബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ആരംഭിച്ചിട്ടുണ്ട്. ഞാനത് പരിചയപ്പെടുന്നുണ്ട്. അപ്പം സ്റ്റാർട്ടപ്പ് എങ്ങനെയാണ്, ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം ഉണ്ടോ? ഓക്കെ, ഇതിലേക്കൊക്കെ എത്തണമെങ്കിൽ ഇപ്പൊ ഏഞ്ചൽ ഫണ്ട്സ് എന്ന് പറയുന്നത്, ഏഞ്ചൽ ഫണ്ട്സ്, ഏഞ്ചൽ ലിസ്റ്റ്, ഇന്ത്യൻ ഏഞ്ചൽ നെറ്റ്വർക്ക്, അതുപോലെ ലീഡ് ഏഞ്ചൽസ്, ഇത് ഇന്ത്യയിൽ പ്രധാനമായിട്ടും റൺ ചെയ്യുന്ന ഏഞ്ചൽ നെറ്റ്വർക്കുകളാണ്. ഇവിടെയൊക്കെ നല്ല ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പക്ഷെ ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ഫണ്ട് കണ്ടെത്തണം. ആദ്യത്തെ സ്റ്റെപ്പിൽ. രണ്ടാമത്തെ സ്റ്റെപ്പില് ഒരു സീഡ് മണി നമുക്ക് കണ്ടെത്തണം. അതിനുശേഷം നമ്മൾ ബിസിനസ് ഒന്ന് റൺ ചെയ്ത് കാണിക്കണം. അതിനുശേഷം മാത്രമേ ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ. കാരണം എന്നാൽ മാത്രമേ അവർ കൺവിൻസ്ഡ് ആവുള്ളൂ, അവർ നമുക്ക് ഫണ്ട് ചെയ്യാനായിട്ട് റെഡി ആവും. കമ്പനി വാല്യുവേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞു. പല അപ്രോച്ചുകളുണ്ട്. മാർക്കറ്റ് അപ്രോച്ച്, അസറ്റ് അപ്രോച്ച് ഒക്കെ ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ചും
സ്റ്റാർട്ടപ്സിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ അപ്രോച്ച് ആണ്. പിന്നെ ഹൂ ക്യാൻ വാല്യൂ, ഞാൻ പറഞ്ഞല്ലോ സെബി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു വാല്യൂവറിനാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള വാല്യുവേഷൻ ചെയ്യാൻ പറ്റുക. പക്ഷേ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ പോലെ തന്നെ സെബി അപ്രൂവ്ഡ് ആയിട്ടുള്ള വാല്യൂവർ തന്നെ വേണമെന്ന് ഇനീഷ്യലി നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല. കാരണം ഇനീഷ്യലി ഒരുപക്ഷെ നിങ്ങൾക്ക് ഐഡിയേഷൻ സ്റ്റേജിൽ ഒരു സെബി അപ്രൂവ്ഡ് വാല്യൂവർ ഒന്നും വാല്യൂ ചെയ്യാൻ തയ്യാറായി എന്ന് വരില്ല. കാരണം ജസ്റ്റ് ഒരു ഐഡിയേഷൻ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് വേണം, നമ്മൾ ചിലപ്പോൾ നമ്മുടേതായിട്ടുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെയോ ബ്രഹ്മ പോലുള്ള കൺസൾട്ടൻസ് ഒക്കെ ചെയ്യുന്നത് അത് തന്നെയാണ്. ഇനീഷ്യലുള്ള നിങ്ങളുടെ ഐഡിയ, നിങ്ങളുടെ ഗുഡ് വില്, നിങ്ങളുടെ ടീമിന്റെ സ്ട്രെങ്ത്, നിങ്ങളുടെ ബിസിനസിന്റെ ഒരു സ്ട്രെങ്ത്, ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു വാല്യുവേഷൻ തയ്യാറാക്കി തരികയും അതിന് വേണ്ടിയിട്ടുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ബിസിനസ് പ്ലാൻ വർക്ക്ഔട്ട് ചെയ്ത് തരികയുമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇനീഷ്യലി ഇപ്പൊ ഒരു സീഡ് ഫണ്ടിന് വേണ്ടി അപ്ലൈ ചെയ്യണമെങ്കിൽ, ഒരു സബ്സിഡിക്ക് വേണ്ടി അപ്ലൈ ചെയ്യണമെങ്കിൽ, ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യണമെങ്കിലും ഒക്കെ ഇനീഷ്യലി ചെയ്യുന്നത്. അപ്പം ബാങ്കുകളുടെ കാര്യങ്ങളൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല കേട്ടോ, കാരണം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും മുദ്ര ലോൺ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് അതിൻ്റെതായിട്ടുള്ള ചില രീതികളൊക്കെ ഉണ്ട്. അപ്പൊ ബാങ്ക് ലോൺസ് എന്ന് പറയുന്നത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പൊ ബാങ്ക് ലോൺസിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് സംസാരിച്ചത്. ഓൾറെഡി ആളുകളുമായിട്ടുള്ള ഒരു കണക്ഷനിലൂടെ, പിന്നെ ഇഷ്ടം പോലെ ഈ ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോമുകൾ ഇന്ത്യയിൽ പല സ്ഥലങ്ങളായിട്ട് നടക്കുന്നുണ്ട്. കൊറോണയ്ക്ക് മുമ്പ് ഫിസിക്കലായിട്ടായിരുന്നു നടന്നിരുന്നു. നമ്മളിനി ഫിസിക്കലായിട്ട് ജാനുവരി ഫസ്റ്റ് വീക്കിൽ നമ്മൾ വലിയൊരു ഫണ്ടിങ് ഫെസ്റ്റിവൽ ബ്രഹ്മയുടെ ഗ്രോ ലാബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിന്റെ നേതൃത്വത്തിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ കേരളത്തിൽ പല പല കൂട്ടായ്മകൾ ഇങ്ങനെ വരുന്നുണ്ട്. അത്തരം സ്ഥലങ്ങളിലൊക്കെ ഇത് അവതരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. തമിഴ്നാട്ടിൽ ഇതിനേക്കാൾ അധികം പ്ലാറ്റ്ഫോമുകൾ പൊന്തി വന്നുകൊണ്ടിരിക്കുന്നു. കർണാടകത്തിലും പ്ലാറ്റ്ഫോമുകൾ, ബാംഗ്ലൂർ ഓൾറെഡി പ്ലാറ്റ്ഫോമുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, വേൾഡില് ഇതിലെ ഏറ്റവും കിടിലൻ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സിംഗപ്പൂരാണ്. സിംഗപ്പൂര് വളരെ റെഗുലർ ആയിട്ട് ഫ്രീക്വന്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിങ് പ്ലാറ്റ്ഫോമുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, മീറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ എന്തൊക്കെയാണ് വേണ്ടത് നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റർ അപ്രോച്ച് ചെയ്യുമ്പോൾ? യു ഷുഡ് ഹാവ് എ ബിസിനസ് പ്ലാൻ വിത്ത് ബിസിനസ് മോഡൽ. വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ബിസിനസ് പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടാവണം. ഒരു എലിവേറ്റഡ് പിച്ച് ഡെക്ക്, ഇൻവെസ്റ്റർ ഇൻഫർമേഷൻ മെമ്മോറാണ്ടം, പറ്റുവാണെങ്കിൽ ഒരു ഇൻവെസ്റ്റർ റെഡിനെസ് റിപ്പോർട്ടും, ഇത്തരം കാര്യങ്ങൾ വേണം ശരിക്കും. അത് ശരിക്കും പറഞ്ഞാൽ എന്റെ ഒപ്പീനിയനിൽ ഇതൊരു ഇൻവെസ്റ്റർ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് വ്യക്തമായ ധാരണ നമ്മുടെ ബിസിനസിനെ കുറിച്ച് ആദ്യം ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം സാധനങ്ങൾ വേണമെന്ന് പറയുന്നത്. ഇൻവെസ്റ്റർ ഡെഫിനറ്റ്ലി ഇതുണ്ടെങ്കിലേ അവര് നമുക്കൊരു എൻട്രി തരുള്ളൂ. ബാങ്കിലാണെങ്കിൽ പോലും അവരൊരു പ്രൊജക്ട് റിപ്പോർട്ട് ചോദിക്കാറുണ്ട്. ബാങ്കിൽ പക്ഷേ അത് കുറച്ചും കൂടി ഒരു ഇൻഫോർമൽ വേലാണ്, പല ആൾക്കാരും ഇത് വായിച്ചു നോക്കുക പോലും ഇല്ല. പക്ഷെ എങ്കിൽ പോലും ബാങ്കിലാണെങ്കിൽ പോലും ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ വുഡ് ബി ഗ്രേറ്റ്. കാരണം നല്ല ബാങ്കുകളൊക്കെ പലപ്പോഴും അത് ശരിക്കും അനലൈസ് ചെയ്തിട്ട് തന്നെയാണ് പൈസ തരിക. അപ്പം ഇതിന്റെ പ്രത്യേകിച്ചും ഞാൻ തമാശക്ക് പറയാറുണ്ട്, ചില സ്ഥലങ്ങൾക്ക് സംഭവിക്കുന്നത് തന്നെയാണ്. ഇപ്പൊ പ്രൊജക്ട് റിപ്പോർട്ട്, നമ്മൾ ഇന്നാളൊരു പ്രൊജക്ട് റിപ്പോർട്ട് വർക്ക്ഔട്ട് ചെയ്ത് കൊടുത്തു, ഒരു 250 പേജിന്റെ അടുത്തുണ്ടായിരുന്നു. അപ്പൊ ബാങ്ക് മാനേജർ ഇത് കണ്ടിട്ട് പറഞ്ഞു നോക്കി, എന്റെ സുഹൃത്തെ ഞാനിത് പുള്ളി എക്സ്പെക്ട് ചെയ്ത ഒരു 5 പേജിലുള്ള ഒരു സാധനമാണ്. കാരണം പുള്ളിക്ക് പെട്ടെന്ന് മറച്ചു നോക്കാമല്ലോ. അപ്പം പറഞ്ഞു ഒന്ന് ചെറുതാക്കാൻ പറ്റുമോ? സംഭവം ഇത് അപ്രൂവ് ചെയ്തിരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ഇവർ അപ്രൂവ് ചെയ്യുന്നത് ഇങ്ങനെ തൂക്കം നോക്കിയിട്ട് ഇവർ അപ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് അപ്രൂവ് ചെയ്തു. ഇനിയിപ്പോ അത് ആൾക്ക് വായിച്ചു നോക്കാൻ വേണ്ടിയിട്ട് ഒരു പേജിലേക്ക് ആക്കി കൊടുക്കാനായിട്ട് പറഞ്ഞിട്ട് നമ്മളത് ഒരു പേജിലേക്ക് ആക്കി കൊടുക്കുകയുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഒരു സീഡ് ഫണ്ടിന് ഇപ്പൊ ഗവൺമെന്റ് ഇപ്പോ സ്റ്റാർട്ടപ്പ് മിഷനിൽ പോയി, അല്ലെങ്കിൽ KSIDCയിൽ പോയി, അല്ലെങ്കിൽ കിറ്റ്കോയിൽ പോയി, ഇതുപോലെ കേരള ഗവൺമെന്റിന്റെ തന്നെ പ്രൊജക്ടുകളിലേക്ക് നിങ്ങൾക്ക് ഒരു എൻട്രി കിട്ടാൻ, അവിടുന്ന് ഒരു സീഡ് ഫണ്ട് കിട്ടാനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രൊജക്ട് റിപ്പോർട്ട് ആവശ്യമുണ്ട്, ഒരു നല്ല ബിസിനസ് പ്ലാൻ ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലും തരത്തിലൊരു ബിസിനസ് പ്ലാനോ ഇതുപോലുള്ള വെഞ്ചർ റിപ്പോർട്ട്സോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണക്ട് ചെയ്യാം. ഞാനൊരു മൊബൈൽ നമ്പർ കാണിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഞാൻ പറയട്ടെ, എന്താണ് ബിസിനസ് പ്ലാൻ വേണ്ടത്? പലരുടെയും ഉണ്ടാവും, ഓൾറെഡി നല്ല ബിസിനസ് പ്ലാൻസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ദാറ്റ്സ് ഫൈൻ. അപ്പൊ അതിൽ പ്രധാനമായിട്ടും വേണ്ടത്, ഒരു ബിസിനസ് പ്ലാനിൽ എന്താ വേണ്ടതെന്നുള്ളത് കൂടെ ഞാൻ പറയാം. ഒരു എക്സിക്യൂട്ടീവ് സമ്മറി, കമ്പനി ഡിസ്ക്രിപ്ഷൻ, കമ്പനിയെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ, മാർക്കറ്റ് റിസർച്ച് ഞാൻ പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയാം. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുമ്പോൾ എന്താണ് ഈ മാർക്കറ്റിന്റെ ഓപ്പർച്യൂണിറ്റി, സാധ്യതകൾ, മാർക്കറ്റ് ഷെയർ എത്രമാത്രം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയുണ്ട്, എന്തൊക്കെയാണ് അവരുടെ സ്ട്രോങ് പോയിന്റ്സ്, എന്നിങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു മാർക്കറ്റ് റിസർച്ച് ഉണ്ടാവേണ്ടത് നല്ലതാണ്. ഡിസ്ക്രിപ്ഷൻ ഓഫ് യുവർ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്, എന്തൊക്കെ പ്രൊഡക്ട്സ്, ഏതൊക്കെ തരത്തിൽ, എന്തൊക്കെ SKUs ആയിട്ട് ഡീറ്റെയിലിംഗ് ആയിട്ട് നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ അതിനകത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വേണം. അതുപോലെ തന്നെ
നിങ്ങളുടെ ഒരു മാനേജ്മെന്റിന്റെയും ഓപ്പറേഷൻസിന്റെയും സ്ട്രക്ചർ, ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ, ഓരോരുത്തരും ഏത് പൊസിഷനിലായിരിക്കും, എന്തൊക്കെയായിരിക്കും അവർ ചെയ്യുന്നത്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്. ഡീറ്റെയിൽഡ് ബിസിനസ് പ്ലാൻ ആണ്. ഡീറ്റെയിൽഡ് ബിസിനസ് പ്ലാനിൽ അതൊക്കെ ആവശ്യമുണ്ട്. പ്ലസ് യുവർ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് സ്ട്രാറ്റജി. നിങ്ങളുടെ ഒരു ബിസിനസ് മോഡൽ എങ്ങനെയാണ് നിങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഏതൊക്കെ പ്രൊമോഷൻസ് ആണ് നിങ്ങൾ ചെയ്യുന്നത്, എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് നിങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ളത്, നിങ്ങളുടെ സെയിൽസ് സ്ട്രാറ്റജി എങ്ങനെയാണ്, നിങ്ങളുടെ ചാനൽസ് ഏതൊക്കെയാണ്, ഡയറക്റ്റ് ആയിട്ടാണോ ഡിജിറ്റൽ ആയിട്ടാണോ, എന്തൊക്കെ ബിസിനസ് മോഡൽസ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, റവന്യൂ സ്ട്രീംസ് എന്തൊക്കെയായിരിക്കും, ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും. പ്ലസ് ഫൈനലി ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ നമ്മൾ സാറിന് ബിസിനസ് പ്ലാൻ ഒരു 5 വർഷത്തേക്കാണ് പ്രൊജക്ട് ചെയ്യുന്നത്. 5 വർഷത്തേക്കുള്ള കംപ്ലീറ്റ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് അതിനകത്ത് നമ്മൾ പ്രൊജക്ട് ചെയ്യാൻ പറ്റും. ഇത്ര ഇൻവെസ്റ്റ് ചെയ്താൽ, ഇത്ര പ്രൊമോഷൻസ് ഉണ്ടെങ്കിൽ, ഇത്ര ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ, ഇത്ര ഓപ്പറേഷൻസ് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ എത്ര നിങ്ങൾക്ക് ക്യാഷ് ഫ്ലോ ഇൻഫ്ലോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഡീറ്റെയിലിംഗ് ആണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്നുള്ള സാധനങ്ങൾ അടക്കം പ്രൊജക്ട് ചെയ്തിട്ടുണ്ടാവും. ഇത്രയും കണ്ടു കഴിഞ്ഞാൽ, അതായത് വെറുതെ പ്രൊജക്ട് ചെയ്യില്ല, വെറുതെ സംഖ്യകൾ വലിച്ചിടുക മാത്രമല്ല, വിത്ത് റീസണിംഗ് ആണ്, വിത്ത് ലോജിക്കൽ റീസണിംഗ് ആണ് നമ്മൾ ആ ബിസിനസ് പ്ലാനിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് നമുക്ക് ഇതിനെ പ്രഡിക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ പല ആൾക്കാരും ചോദിക്കാറുണ്ട് ബിസിനസ് ഒക്കെ എങ്ങനെ പ്രഡിക്ട് ചെയ്യാൻ പറ്റും. പ്രഡിക്ട് ചെയ്യാം. ബിസിനസ് ലോജിക്കൽ. നിങ്ങൾക്ക് ഏതൊക്കെ മാർക്കറ്റ് ഉണ്ട്, ആ മാർക്കറ്റിൽ എത്ര ആൾക്കാരുണ്ട്, എത്ര ആൾക്കാർ എത്ര സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, ഇത് വളരെ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ പ്രഡിക്ട് ഈച്ച് ആൻഡ് എവറിത്തിങ് ഇൻ എ ബിസിനസ്. ബിസിനസിനകത്തുള്ള എന്ത് സാധനം വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും നമുക്ക് പ്രഡിക്ട് ചെയ്യാവുന്ന ഒരു അവസ്ഥയുണ്ട്. സോ യു ക്യാൻ പ്രഡിക്ട് ഇറ്റ്. അപ്പൊ പ്രഡിക്ട് ചെയ്യുന്ന തരത്തിലേക്ക് തന്നെ ഒരു ബിസിനസ് പ്ലാൻ, ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബിസിനസ് പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇഫ് യു ആർ സീരിയസ് അബൌട്ട് ദി പ്രോജക്ട് ആൻഡ് ഇഫ് യു ആർ അത്രയ്ക്ക് അങ്ങോട്ട് പോകണം എന്ന് ആഗ്രഹമില്ല, അത്ര ഡീറ്റെയിലിംഗിലേക്ക് പോകണം എന്ന് ആഗ്രഹമില്ല, എന്നാൽ ഒരു ഇൻവെസ്റ്റർ അടുത്ത് പിച്ച് ചെയ്യണമെങ്കിൽ യു ക്യാൻ യൂസ് എ പിച്ച് ഡെക്ക്. പിച്ച് ഡെക്ക് കുറച്ചുകൂടി ചെറിയൊരു വേർഷൻ ആണ്, ഒരു സമ്മറൈസ്ഡ് ആയിട്ടുള്ള വേർഷൻ ആണ്. ചില ആൾക്കാർ ബിസിനസ് പ്ലാൻ ഉണ്ടാക്കും, ആ ബിസിനസ് പ്ലാൻ മുഴുവൻ കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഒരു ഇൻവെസ്റ്റർ അടുത്ത്, കാരണം കംപ്ലീറ്റ് ഡീറ്റെയിൽസും സ്ട്രാറ്റജീസും ഒക്കെ ഉണ്ട് അതിനകത്ത്. അപ്പൊ അതിന്റെ സമ്മറി മാത്രമായിട്ട് എന്താണ് ഇതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മാത്രമായിട്ടുള്ള ഒരു സാധനത്തിനാണ് എന്ത് പറയുന്നത്, പിച്ച് ഡെക്ക് എന്ന് പറയുന്നത്. പിച്ച് ഡെക്കിൽ വിഷൻ ഉണ്ടാവും, പ്രോബ്ലം ഉണ്ടാവും, മാർക്കറ്റ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ ബിസിനസ് മോഡൽ, നമ്മുടെ ട്രാക്ഷൻ എങ്ങനെയാണ് നമ്മൾ പോകുന്നത്, അതുപോലെ നമ്മുടെ മാർക്കറ്റ്, നമ്മുടെ ഫൈനാൻഷ്യൽസിന്റെ ഒരു ബേസിക് ഓവറിംഗ്, ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പിച്ച് ഡെക്കായി. സാധാരണ പിച്ച് ഡെക്ക് ഒരു PPT ആയിരിക്കും, മറ്റൊരു വേർഡ് ഫോർമാറ്റ് ആയിരിക്കും മിക്കവാറും. വേർഡ് ഫോർമാറ്റിൽ 10, 150, 200 പേജ് ഒക്കെ ഉണ്ടാവാം ചിലപ്പോൾ ഒരു ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത്. പക്ഷെ പിച്ച് ഡെക്ക് ഒരു PPTയിൽ ഒരു 10, 25 സ്ലൈഡിൽ ഒതുക്കാവുന്ന ഒരു സാധനമാണ്. 25 സ്ലൈഡ് തന്നെ വേണമെന്നില്ല, ഒരു 20 സ്ലൈഡിലൊക്കെ ഒതുക്കാവുന്നതാണ് ഒരു പിച്ച് ഡെക്ക്. അതായത് ഒരു ഇൻവെസ്റ്ററുടെ മുമ്പിൽ പെട്ടെന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു എലിവേറ്റർ പിച്ച് എന്ന് പറഞ്ഞു. എലിവേറ്റർ പിച്ച് ഒന്നുമല്ല, ഈ പിച്ച് ഡെക്കിലേക്ക് നമ്മൾ എലിവേറ്റ് ചെയ്യാനുള്ള ഒരു സാധനം. അതായത് ഒരു 2 മിനിറ്റിലൊക്കെ നമ്മൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് കൊടുക്കുന്ന ഒരു ഇൻട്രോ വീഡിയോ പോലത്തെ ഒരു സംഭവമാണ് എലിവേറ്റർ പിച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഒരു എലിവേറ്റർ പിച്ച് ആവാം, ഈ പറഞ്ഞ പോലെ ഒരു പിച്ച് ഡെക്ക് ഉണ്ടാവാം. അപ്പം ഒരു കാര്യം ഉറപ്പാണ് കേട്ടോ, നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് വേണമെന്നുള്ള ഒരു ആഗ്രഹം തോന്നുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് പ്ലാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവുക. ഇൻവെസ്റ്ററിന് കൊടുക്കാനായിട്ട് ഒരു ഇൻവെസ്റ്റർ അല്ലെങ്കിൽ പിച്ച് ഡെക്ക്, ഇൻവെസ്റ്റർ പിച്ച് ഡെക്ക് ഉണ്ടാവുക. അപ്പൊ അതിന്റെ അകത്ത് തന്നെ നമുക്ക് ഇൻവെസ്റ്ററിനുള്ള ഡീറ്റെയിൽസ് ഒക്കെ എന്താണ്, ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപ നിങ്ങൾക്ക് റിട്ടേൺസ് തരാൻ സാധിക്കും. ചിലപ്പോൾ ഇക്വിറ്റി ആയിട്ടായിരിക്കും എടുക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇക്വിറ്റി ഡൈല്യൂട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ഫണ്ട് കൊണ്ടുവരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിട്ടേൺസ് കൊടുക്കുന്നുണ്ടോ? ഗ്യാരണ്ടീഡ് റിട്ടേൺസ് കൊടുക്കാം. പ്രിഫറൻസ് ഷെയർസ് ആയിട്ട് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഗ്യാരണ്ടീഡ് റിട്ടേൺസ് ആയിട്ട് നമുക്ക് കൊടുക്കാം. 12% ഗ്യാരണ്ടീഡ് റിട്ടേൺസ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഗ്യാരണ്ടീഡ് റിട്ടേൺസ് ഇല്ല, ഡിവിഡൻഡ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയും കൊടുക്കാം. അപ്പൊ പല തരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഷെയർ ഹോൾഡർ, നമ്മുടെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഷെയർ ഹോൾഡർ എഗ്രിമെന്റ് ഉണ്ടാവും. ആ ഷെയർ ഹോൾഡർ എഗ്രിമെന്റിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്താൽ മാത്രം മതി, ക്ലിയർ കട്ട് ആയിട്ട് നമുക്കൊരു ഐഡിയ കിട്ടുകയും ചെയ്യും. അപ്പം ക്ലിയർ ആയി, നമുക്കൊരു ഇത്രയും സാധ്യതകളുണ്ട്. ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടെങ്കിൽ നല്ലതാണ്. അതിന്റെ ഒപ്പം തന്നെ ഒരു ഇൻവെസ്റ്ററിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു പിച്ച് ഡെക്ക് ഉണ്ടെങ്കിൽ നല്ലതാണ്. കുറെ VC ഫിലിംസിന്റെ എക്സാമ്പിൾസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ആക്സൽ ഉണ്ട്, ആൻഡ്രീസൺ ഹൊറോവിറ്റ്സ് ഉണ്ട്, ബെഞ്ച് മാർക്ക്, സെക്വയ ക്യാപിറ്റൽ, ബെസ്റ്റമർ, ഫൗണ്ടേഴ്സ്, GGV ക്യാപിറ്റൽ, ഇതെല്ലാം വളരെ ഫേമസ് ആയിട്ടുള്ള VCs ആണ്. അതുപോലെ കല്യാണിനൊക്കെ കൊടുത്തിട്ടുള്ള PE ഫേം ഉണ്ട്, വാർണർ പിങ്കസ് എന്ന് പറഞ്ഞിട്ട്. ഓരോ ഡൊമൈനിലും ഓരോ VCs ആണ് എക്സലന്റ് ആയിരിക്കുന്നത്. VCസിന്റെ കാര്യം പെട്ടെന്ന് ഇപ്പൊ ആലോചിക്കേണ്ട, എന്നാലും അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം VC ചിലപ്പം നമ്മളൊരു പല റൗണ്ടുകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു VCനെ നമുക്ക് സമീപിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ ഇനീഷ്യലി നമ്മൾ സീഡ് മണി കൊടുക്കുന്ന സ്ഥലങ്ങളെ കുറിച്ചും ബിസിനസ് പ്ലാനിനെ കുറിച്ചും പിച്ച് ഡെക്കിനെ കുറിച്ചും ഒക്കെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ മതി. കാരണം ഫസ്റ്റ് സ്റ്റെപ്പാണ് നമുക്ക് മിക്കവാറും ആളുകൾക്ക് വേണ്ടി വരിക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതായത് ഇപ്പോ ന്യൂ ജനറേഷൻ മീഡിയ ആണ് യുവർ സ്റ്റോറി, അതുപോലെ Ink 42 എന്ന് പറയുന്ന സംഭവം, ഫാക്ടർ ഡെയിലി, VC സർക്കിൾ, ടെക് സ്റ്റോറി, ഇതൊക്കെ ഇതിലൊക്കെ ആർട്ടിക്കിൾസ് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ മിക്കവാറും VC ഫേംസിന്റെ തന്നെ മീഡിയ ആംസ് ആണ്. അപ്പൊ ഇതിനകത്ത് ആർട്ടിക്കിൾസ് വന്നു കഴിഞ്ഞാൽ
ഓട്ടോമാറ്റിക്കലി ഇവരൊക്കെ ശ്രദ്ധിക്കും. ഇത് നല്ലൊരു മോഡലാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഇതിനകത്തേക്ക് ഫണ്ട് വരാനുള്ള സാധ്യതയും ഒക്കെ ഉണ്ട്. അപ്പം ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ കണക്ട് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് കൂടിയാണിത്. അപ്പം നമ്മളിത് റൺ ചെയ്ത് അത്യാവശ്യം ഏതെങ്കിലും ഒരു സ്ഥലത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ റൺ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഒരു PR എന്നുള്ള രീതിയിൽ ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്ത് അടുത്തൊരു ലെവലിലേക്ക് നമ്മളുടെ ബിസിനസ് ഐഡിയനെ കൊണ്ടുപോവുക എന്നുള്ളത്. അപ്പൊ ചില ആൾക്കാരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും വിദ്യാഭ്യാസ രംഗത്തുള്ള VCs എനിക്കൊന്ന് പേഴ്സണലി മെസ്സേജ് ഇട്ടാൽ മതി, ഞാനത് കറക്റ്റ് ആയിട്ട് പറയാം. കാരണം ഓരോ ഡൊമൈനിലും ഓരോരുത്തരാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല, അത് പേരുകൾ ഓർക്കുന്നില്ല. കാരണം ഇപ്പൊ ഒരു VC തന്നെ ഒരെണ്ണത്തിൽ മാത്രമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം നിർബന്ധമില്ല. അവർ ചിലപ്പോൾ ഒരു 4 ഡൊമൈൻ അവർ തീരുമാനിച്ചിട്ടുണ്ടാവും. ഈ 4 ഡൊമൈനിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞതിൽ തന്നെ പല ആൾക്കാരും എഡ്ടെക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ വിദ്യാഭ്യാസ രംഗം എന്ന് പറഞ്ഞാൽ എഡ്ടെക് ആണ് കേട്ടോ. കാരണം ഇപ്പൊ സാധാരണ ഒരു സ്കൂളിൽ നിന്നും ആരും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. VCs ഒക്കെ ഒരു എഡ്ടെക് സാധ്യതയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം അത് ഞാൻ നോക്കിയിട്ട് പറയാം. അത് ഞാൻ ഒരു നമ്പർ തരാം. അതിലേക്ക് എനിക്ക് ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾക്ക് ഞാൻ നേരിട്ട് ഉത്തരം പറയാം. ഒരുപാട് ക്ലാഷ് ആവണ്ട എന്ന് വിചാരിച്ചിട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തരുന്ന നമ്പറിലേക്ക് നിങ്ങളൊരു വോയിസ് ക്ലിപ്പ് ഇട്ടാൽ മതി. 1-2 ദിവസത്തിനകം തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. എന്ത് സംശയമാണെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും. പിന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ചില സംഭവങ്ങൾ 1-2 എക്സാമ്പിൾസ് ആണിത്. മോങ്കിനീസ്, അതുപോലെ വോ മോമോ, അതുപോലെ ഡിമാർട്ട്, ഇതൊക്കെ വലിയ എക്സാമ്പിൾസ് ആണ്. ഇതെല്ലാം ഫണ്ടിങ് കിട്ടിയിട്ടുള്ള കമ്പനിയാണ്. പക്ഷെ ഇപ്പൊ ഒരു എക്സാമ്പിൾ മാത്രം പറയുമ്പോൾ ഡിമാർട്ടിന്റെ എക്സാമ്പിൾ പറയാം. നിങ്ങൾക്കറിയാം രാധാകൃഷ്ണ ദമാനി, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇൻവെസ്റ്റേഴ്സിൽ ഒരാളാണ് ദമാനി. ദമാനിയുടെ സംരംഭമാണ് ഡിമാർട്ട്. അപ്പൊ ഡിമാർട്ടിന്റെ ഒരു പ്രത്യേകത, യുണീക്നെസ് എന്ന് പറയുന്നത്, ഡിമാർട്ടിന് സ്റ്റോഴ്സ് കമ്പാരിറ്റീവ്ലി ഇപ്പൊ റിലയൻസുമായിട്ടും ഫ്യൂച്ചർ ഗ്രൂപ്പ് റിലയൻസ് ഒക്കെ ഒന്നായിപ്പോ അവർ ഒരുമിച്ച് മേടിച്ചായിരുന്നു, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇവിടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ, കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടുത്തെ പ്രൈസ് ഭയങ്കര കുറവാണ്. അവർ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് അത്. കാരണം ഒരു ക്യാഷ് പർച്ചേസിൽ അവർ സാധനങ്ങൾ ബൾക്കായിട്ട് മേടിച്ചിട്ട്, ഇപ്പൊ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ബ്രാൻഡ് എടുത്തു വിചാരിച്ചു. ഇപ്പൊ റിൻ എന്ന് പറയുന്ന വാഷിംഗ് പൗഡർ എടുത്തു കഴിഞ്ഞാൽ, റിൻ വാഷിംഗ് പൗഡറിന്റെ വില എന്ന് പറയുന്നത് ഗൂഗിൾ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് അറിയാം, ഡിമാർട്ടിൽ ബാക്കിയുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വില കുറവായിരിക്കും. അപ്പോൾ ഇവര് ഈ വില കുറയ്ക്കുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കുകയാണ്. പക്ഷെ ഇനീഷ്യൽ ക്യാപിറ്റൽ വളരെ കൂടുതൽ വേണ്ടി വരും. പക്ഷെ ആ ഇനീഷ്യൽ ക്യാപിറ്റൽ ഒരു സമ്പാദിക്കുകയും ചെയ്യുന്നു. കാരണം ഈ പറയുന്ന തരത്തിലുള്ള VCകളിലൂടെ, ആ VCകളിലൂടെ വരുന്ന പൈസ ഇതിനു വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്ട്രാറ്റജി ഒരു സൈക്കിൾ പോലെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇപ്പൊ കൊറോണ വന്നപ്പോൾ ഏറ്റവും കുറവ് ബാധിച്ച ഒരു സ്റ്റോർ അല്ലെങ്കിൽ റീറ്റെയിൽ സ്റ്റോർ എന്ന് പറയുന്നത് ഡിമാർട്ടാണ്. ബാക്കിയുള്ളവരുടെയൊക്കെ ഷെയർസ് താഴേക്ക് ഇടിഞ്ഞു പോയപ്പോൾ, ഇത് ലിസ്റ്റഡ് കമ്പനിയാട്ടാ, അപ്പം താഴേക്ക് ഇടിഞ്ഞു പോയ സമയത്ത് ഇവർ ഇപ്പോഴും പിടിച്ചു നിന്നു. അപ്പം അപ്പൊ നിങ്ങൾക്ക് ചോദ്യം ഉണ്ടോ, ഈ ലിസ്റ്റഡ് കമ്പനി ഷെയർ മാർക്കറ്റിൽ എങ്ങനെയാണ് ലിസ്റ്റ് ചെയ്യുന്നത്? ഷെയർ മാർക്കറ്റിൽ IPO എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത്. ആദ്യം ഈ പറയുന്ന VCs PEs ഒക്കെ വന്നതിന് ശേഷം അടുത്ത ലെവലിലേക്ക് എത്തി ഇതൊരു ബാലൻസ് ഷീറ്റിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രോഫിറ്റ് കാണിച്ചു തുടങ്ങുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഈ കമ്പനി ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ പബ്ലിക്കിലേക്ക് ലിസ്റ്റ് ചെയ്യാം. പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഷെയർസ് എടുക്കുന്ന സംവിധാനമാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. ടേക്സ് ടൈം, മിനിമം ഒരു 5-6 വർഷമെങ്കിലും എടുത്തിട്ടാണ് ഒരു IPOയിലേക്കൊക്കെ പോകാൻ സാധിക്കുക. പലരും IPOയിലേക്ക് പോകാത്തവരുണ്ട്. പ്രൈവറ്റ് ആയിട്ട് തന്നെ ഇക്വിറ്റീസ് മാനേജ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. ഇതാണ് ട്രഡീഷണൽ ആയിട്ടുള്ള ചില എക്സാമ്പിൾസ്. ഞാൻ കേരളത്തിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ വളരെ കുറവാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ആ റിയൽ പെയിൻ മനസ്സിലായത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, വിച്ച് ഈസ് കോൾഡ് ഗ്രോ ലാബ്. നിങ്ങൾ growlab.in നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും ഇനിയിപ്പോ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനകത്ത് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത ഉടനെ തന്നെ ഫണ്ട് കിട്ടുമെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. രജിസ്റ്റർ ചെയ്യാം. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടെങ്കിൽ, ആ ഐഡിയാസ് മാത്രമല്ല, ഐഡിയക്കൊപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു ബിസിനസ് പ്ലാനും പിച്ച് ഡെക്കും ഒക്കെ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കി തരും. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ട് ആ ഇൻവെസ്റ്റ്മെന്റ് സോഴ്സ് ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത. ഇതിൽ കൂടുതൽ പറഞ്ഞത് പ്രൊഫഷണലി ബിസിനസിനെ സമീപിക്കുന്ന, ഹൈലി പ്രൊഫഷണലി ബിസിനസിനെ സമീപിക്കുന്ന ആളുകളെ കുറിച്ചാണ് കൂടുതൽ ഡിസ്കസ് ചെയ്തത്. കുറച്ചും കൂടി ഫ്യൂച്ചർ സ്റ്റൈലിൽ ബിസിനസിനെ സമീപിക്കുന്ന ആളുകൾക്കുള്ള എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. വളരെ ഇത്രയും കാലം നമ്മൾ ട്രഡീഷണൽ ആയിട്ടാണല്ലോ ഇതിനെ സമീപിച്ച് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ശരിക്കും പറഞ്ഞാല് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു രീതി ഇത്തരം ഒരു പ്ലാറ്റ്ഫോമിൽ പറയുന്നത് ശരിയല്ല. അതൊരു പ്രൊഫഷണൽ രീതി അല്ല എന്നുള്ളത് കൊണ്ടാണ് പറയാത്തത്. ഇപ്പോ പലതരത്തില് ഇപ്പം നമ്മൾ രണ്ടുപേര് തമ്മിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കത് അറേഞ്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ
ഞാൻ ഒരു ഡൊമൈൻ എക്സ്പെർട്ടൈസ് ഉള്ള ഒരാളാണെന്ന് വിചാരിച്ചോളൂ. എന്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പം പൈസ പൂർണ്ണമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരാൾ വരും. 2 കോടി ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ള ഒരു സംരംഭമാണ്. എന്റെ കയ്യിൽ പൈസയൊന്നുമില്ല. ഞാൻ ഡൊമൈൻ എക്സ്പെർട്ടൈസ് മാത്രമുള്ള ആളാണ്. മറ്റാളുടെ കയ്യിൽ പൈസയുണ്ട്. ഇതിനെ എങ്ങനെ വിഭജിക്കണം, ഈ ഷെയർസ് എങ്ങനെ വിഭജിക്കണം എന്നുള്ളതാണ് പല ആളുകളുടെയും കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ഇത് പ്യുവർലി കസ്റ്റമൈസ്ഡ് ആണ്. കാരണം നമുക്ക് ഇതിനൊരു തമ്പ് റൂൾ ഇല്ല എന്നുള്ളതാണ് വിഷയം. അപ്പോൾ ഇത് പൂർണ്ണമായും കസ്റ്റമൈസ്ഡ് ആണ്. എത്രമാത്രം ഡൊമൈൻ എക്സ്പെർട്ടൈസ് അയാൾക്കുണ്ട്, അയാളെ എത്രമാത്രം ഈ ബിസിനസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് അനുസരിച്ച് 20% മുതൽ 50% വരെയാണ് സാധാരണ കൊടുക്കാറുള്ളത് അയാൾക്ക്. അതായത് ഒരു വേർപ്പോഹരി എന്നുള്ള രീതിയിൽ, സ്വെറ്റ് ഇക്വിറ്റി എന്നുള്ള രീതിയിൽ 20% മുതൽ 20, ചിലപ്പോൾ 20 താഴെ ആയിരിക്കാം, 10% മുതൽ 50% വരെ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് പ്യുവർലി ഡിപ്പെൻഡന്റ് ഓൺ ദ ബിസിനസ്. എന്ത് ബിസിനസ് ആണ്, അതിനകത്ത് ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തി എത്രമാത്രം ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ വളരെയധികം ബാധകമാണ്. അപ്പൊ അതുകൊണ്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് നമ്മളത് ചെയ്യാറുള്ളത്. അപ്പൊ അതുകൊണ്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് നമ്മളത് ചെയ്യാറുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് റൗണ്ട് എന്ന് പറയുന്നത്, അത് സത്യം പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ രീതിയാണ്. അപ്പൊ ട്രഡീഷണൽ രീതി ആകുമ്പോൾ ചില ആളുകളുടെ ഒരു ധാരണയുണ്ട്, എന്തുകൊണ്ടാണ് ട്രഡീഷണൽ രീതിയിൽ ഫണ്ട്, ഇപ്പൊ ഇത്രയും കാലം എങ്ങനെയാണ് ട്രഡീഷണൽ രീതിയിൽ ഫണ്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്? നമ്മൾ ചെല്ലുന്നു, നമ്മളോടുള്ള വിശ്വാസത്തിന്റെ പുറത്ത് മാത്രം അവർ ഫണ്ട് തരുന്നു. ഇതിനകത്തുള്ള ഒരു വലിയ ശതമാനം കേസസ് ചിലപ്പോൾ പിന്നീട് ഒരു കോൺഫ്ലിക്റ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതിന് കാരണം എന്താണ്? അവര് ബിസിനസിനോടുള്ള വിശ്വാസത്തിന്റെ പുറത്തല്ല, നമ്മളോടുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് ഫണ്ട് തന്നിട്ടുള്ളത്. അപ്പൊ ബിസിനസിനോട് അവർക്ക് വിശ്വാസം ജനിപ്പിക്കാനായിട്ടാണ് ഇത്തരം ഒരു ബിസിനസ് പ്ലാൻ വേണമെന്ന് പറയുന്നത്. ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ബിസിനസ് ആയിക്കോട്ടെ, നമ്മളൊരു ചെറിയ ഷോപ്പ്, ഗ്രോസറി ഷോപ്പ് തുടങ്ങുകയായിക്കോട്ടെ, അതിനും ഒരു ചെറിയ പ്ലാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് വിരോധമില്ലല്ലോ. അതെങ്ങനെ പോകും, അതിൽ എത്ര ക്യാഷ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പ്രോഫിറ്റ് എത്ര ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അത് വലിയ പ്ലാൻ ആയിരിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 200-300 പേജുള്ള പ്ലാൻ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ചിലപ്പോൾ 10 പേജുള്ള ഒരു പ്ലാൻ ആയിരിക്കും. അതിനെയും പ്ലാൻ തന്നെ വിളിക്കാം. ഈ പ്ലാൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇവരുടെ അടുത്ത് സമീപിക്കാം. അപ്പൊ കുറച്ചുകൂടി ഒത്തന്റിസിറ്റി അതിനകത്ത് കൈവരും. അവിടെ പൂർണ്ണമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഇൻവോൾവ്മെന്റ്, നമ്മളുടെ ഒരു ഡോമിനൻസ്, നമ്മളുടെ ഒരു എക്സ്പെർട്ടൈസ്, മാർക്കറ്റിന്റെ ഒരു പൊട്ടൻഷ്യൽ, ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഷെയർസ് തീരുമാനിക്കേണ്ടത്. അതൊരു പാർട്ട്ണർഷിപ്പിലാണെങ്കിലും ഷെയർസ് തീരുമാനിക്കണമല്ലോ. അത് ചിലപ്പോൾ ചെറിയൊരു കടയാണെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ആയിട്ടായിരിക്കും തുടങ്ങുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് എത്ര ഷെയർ വേണം? ഇപ്പോ ഒരു 10 ലക്ഷം രൂപ പുള്ളി ഇൻവെസ്റ്റ് ചെയ്യാം, നമ്മൾ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. വേണമെങ്കിൽ അപ്പോ 20, അപ്പോഴും അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? 20 ലക്ഷം രൂപയാണ് നമ്മൾ മനസ്സിൽ മൂല്യം കാണുന്നത്. 10 ലക്ഷം രൂപ അയാൾ തരുമ്പോൾ അയാൾക്ക് 50% കൊടുക്കുന്നു, നമ്മൾ ഒന്നും ഇടുന്നില്ല, നമുക്കും 50% ലഭിക്കുന്നു. മൂല്യം 20 ലക്ഷം രൂപയാണ്, നമ്മുടെ വിയർപ്പോഹരിയാണ് 10 ലക്ഷം രൂപ. ഈ രീതിയിലാണ് ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ ഇത് വർക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കും. യെസ്, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, താങ്ക് യു. ഐ തിങ്ക് ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഇതിനു വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുണ്ട്, പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. അതുവഴി ചോദിക്കാം, അല്ലെങ്കിൽ രഞ്ജിത്തിന് പേഴ്സണലി രഞ്ജിത്തുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം. ആ നമ്പറിലേക്ക്, ഞാൻ കാണിച്ച നമ്പറിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമുണ്ടായിരുന്നു. കാരണം അതിന് ഈ ഒരു ചോദ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഞാനത് ഒന്ന് നോക്കാം, അത് മാറ്റിവെക്കാൻ പറ്റും എനിക്ക് ഒരു ദിവസത്തേക്ക്. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വോയിസ് ക്ലിപ്പായിട്ട് ചോദിച്ചു. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇത് മിസ്സായിട്ടുള്ളവർക്ക്, പകുതിക്ക് വെച്ച് വന്നവരുണ്ടായിരിക്കാം, അവർക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ മൈൽസിന്റെ ഫേസ്ബുക്ക് പേജിൽ, മൂപ്പൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലോക്കൽ എംപവർമെന്റ് മൈൽസിന്റെ ഫേസ്ബുക്ക് പേജിൽ പ്രോഗ്രാം ആക്സസ് ചെയ്യാം. അതുപോലെ തന്നെ മൈൽസിന്റെ യൂട്യൂബ് ചാനലിലും പ്രോഗ്രാം ആക്സസ് ചെയ്യാവുന്നതാണ്. ദെൻ രഞ്ജിത്തുമായിട്ട്, ബ്രഹ്മ കൺസൾട്ടിംഗ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം താങ്ക് യു സോ മച്ച്. പ്രത്യേക മൈൽസിന് പ്രത്യേക നന്ദി അറിയിക്കുന്നു, ഒപ്പം കമറുദ്ദീന് പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഒപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും, പലരെയും കാണാൻ സാധിക്കുന്നില്ല, മിക്കവരുടെയും ക്യാമറയൊന്നും ഓൺ അല്ല, അതുകൊണ്ട് തന്നെ മിക്കവരും കാണാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങളോട് നന്ദി അർപ്പിക്കുന്നു. എന്റെ വീഡിയോസ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും ബ്രഹ്മ ബിസിനസ് ഇൻസൈറ്റ്സ് എന്ന് പറയുന്ന ചാനലുണ്ട്. ആ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, സ്ഥിരമായിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഒപ്പം എന്റെ പേജ് ഉണ്ട്, AR രഞ്ജിത്ത് എന്ന് പറയുന്ന പേജ് ഉണ്ട്. ആ പേജിലും നമ്മുടെ തോട്ട്സ് ഷെയർ ചെയ്യുന്നുണ്ട്. അതിൽ മെസ്സേജ് അയച്ചാലും നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യാം. മൊബൈൽ നമ്പർ ഞാൻ കാണിച്ചിരുന്നു ഓൾറെഡി. നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
ഓക്കെ രഞ്ജിത്ത്, താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ എല്ലാ പാർട്ടിസിപ്പൻസിനും വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഇനി മൈൽസിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ടാവും. മൈൽസിന്റെ പേജ് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ ലൈവായിട്ടുള്ള, വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സെഷനാണ് രഞ്ജിത്ത് ചെയ്തത്. താങ്ക് യു സോ മച്ച്. Thank you so much. See you guys. Good night.